session, this 1 week session we are having for teachers. Sir is doing a lot of work for upgrading the standard of this school. I'm really thankful to him that he is bringing up the school in such a nice manner. Let me introduce our team first. Brother K.U. Mohan. He is the regional facilitator for Kerala. He's got a lot of achievements. He's a MSc in physics. He has done his PhD. He knows a little bit of music also. And he's a well-read person. Ajish, he is from Patambi. Basically, he is an engineer with the Panchayat department. He's also well-versed in all these things. He looks after the Palakkad district. Sister Molly, she's a teacher, retired headmistress rather, from a government school in Thrissur. So, Brother K.U. Mohan will take you through all the steps of this meditation, relaxation and all that. We will be just assisting him. And towards the end, we'll have a session on brighter minds. A few words on brighter minds. It is to do with neuroplasticity. And it is basically given to children between 5 to 15. So what we want is we are trying to bring this brighter minds to schools where we can get the teachers to become facilitators. And when you become facilitators, it will help you also a lot, because your approach also will start changing. You'll start listening to the children. They will come closer to you. And in the process also, you will also have resilience. Your resilience also will go up. So without any further ado, let me ask Brother Mohan to start the thing. So, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും മലയാളീസ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളുടെ ഭാഷയിൽ സംസാരിക്കാൻ തോന്നുന്നു. പിന്നെ ഈ സബ്ജക്റ്റ് നിങ്ങളുടെ അക്കാഡമിക് സബ്ജക്ട്സായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സോ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ നടത്തും. ഇതൊന്നും മെമ്മറൈസ് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് നിങ്ങളുടെ ബ്രെയിനിനെ ടാക്സ് ചെയ്യുന്ന തരത്തിലൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. സോ ബി ഫ്രീ. ഓക്കെ. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും എത്ര വർഷങ്ങളായിട്ടുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് 2 years എല്ലാവരും? 2 years and more? അതിലും ജൂനിയേഴ്സ് ഉണ്ടാവും? ഓക്കെ, ഫൈൻ. സാധാരണ ടീച്ചേഴ്സിനെ കുറിച്ച് പറയാറുണ്ടേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 4 ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ടീച്ചേഴ്സ് ഉണ്ടെന്ന്. നിങ്ങൾക്കറിയാം ഏതാന്നൊക്കെ? ഫസ്റ്റ് പറയാം, ബാഡ് ടീച്ചർ. ബാഡ് ടീച്ചർ എന്താ ചെയ്യുക അറിയാം? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ? ബാഡ് ടീച്ചർ കംപ്ലയിൻറ്റ്സ് എന്നാണ്. കേട്ടിട്ടുണ്ടോ? Bad teacher complains. So any teacher complain, that means the teacher is bad. Next, average teacher. Average teacher എന്താ ചെയ്യുക? Average teacher explains. വിശദീകരിക്കും സബ്ജക്ട്സ്. അതാണ് ആവറേജ് ടീച്ചർ. നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഗുഡ് ടീച്ചേഴ്സ്. ഗുഡ് ടീച്ചർ എന്താ ചെയ്യുക അറിയാം? ഗുഡ് ടീച്ചർ ടീച്ചേഴ്സ്. സോ ബാഡ്, ആവറേജ്, ഗുഡ്. ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. ഏതാണെന്നറിയാം? എക്സലൻറ്റ് ടീച്ചർ. അപ്പം നിങ്ങൾക്ക് ആ കാറ്റഗറി മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ടാണ് മറ്റ്. എക്സലൻറ്റ് ടീച്ചർ, വാട്ട് ഹി വിൽ ഡു? ഹി ഓർ ഷീ. So bad teacher complains, average teacher explains, good teacher teaches, excellent teacher
റൈറ്റ്. എക്സലൻറ്റ് ടീച്ചർ ഇൻസ്പയർസ്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളെല്ലാവരും? ഗുഡ്. ഞാൻ ചോദിക്കുന്നില്ല, അത് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഐഡിയ ഈസ് നമ്മൾ ഏത് കാറ്റഗറിയിലാണെങ്കിലും നമ്മൾ ചിലരൊക്കെ 10 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടാവും, 15 കൊല്ലം വർക്ക് ചെയ്യുന്നുണ്ട്, ചിലരിപ്പോൾ 6 months ആയിട്ടുള്ളൂ, അങ്ങനെ പല കാറ്റഗറി ഉണ്ടാവും. പക്ഷെ എല്ലാ ടീച്ചേഴ്സും ആഗ്രഹിക്കുന്നത് എന്താണ്? എക്സലൻറ്റ് ടീച്ചർ. പക്ഷെ നമ്മൾ റിയലി എക്സലൻറ്റ് ടീച്ചറാണോ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ? നമ്മൾ ഓരോരുത്തരും ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? ആർ വി റിയലി ഇൻസ്പയറിങ് സ്റ്റുഡൻസ്? ആ ബേസിലാണ് നമ്മളുടെ എക്സലൻസ് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ റെസ്റ്റ് ഓഫ് ദ ലൈഫിൽ നമുക്ക് എത്ര കൊല്ലം ബാക്കിയുണ്ടെങ്കിലും റിട്ടയർമെൻറ്റ് വരെ ഒരു എക്സലൻറ്റ് ടീച്ചർ ആവാനുള്ള ഒരു എഫേർട്ട്സ് നമുക്ക് എടുത്തൂടെ? റൈറ്റ്. അപ്പോൾ എക്സലൻറ്റ് ടീച്ചർ ഇൻസ്പയർസ്, ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സയൻസ് എന്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ ഈ 1.5 hours 2 hours നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കും. ഇതൊരു ഇൻട്രാക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇടയ്ക്ക് നിർത്തിയിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ബ്രെയിനിൻ്റെ മേലെ ഒരു ടാക്സിങ് ഒന്നുമില്ല. അതിൽ നോട്ട് ചെയ്യാനുള്ള എഴുതി വെച്ച് പിന്നീട് പഠിക്കാവുന്ന കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഹൃദയം എന്തുമാത്രം അബ്സോർബ് ചെയ്യണോ അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അത് അസറ്റായിട്ട് വരാൻ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ 4 കാറ്റഗറി ഓഫ് ടീച്ചേഴ്സ്? അപ്പോൾ ഓരോ കാറ്റഗറിയിലും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതല്ലാതെ ആവാൻ നോക്കാം, അല്ലെങ്കിൽ അതാവാൻ നോക്കാം. അതിനാണ് ഇത്ര പറയുന്നത്. ഇപ്പോൾ ഈ 4 കാറ്റഗറിയും മനസ്സിലായില്ലേ? റൈറ്റ്. ഇനി 2 പ്രൊഫഷൻസിനെ സാധാരണ പറയും നമ്മൾ നോബിൾ പ്രൊഫഷൻസ് എന്ന് പറയും. ഏതൊക്കെയത്? ടീച്ചേഴ്സും? യെസ്, നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം അറിയാം. നോബിൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സും ടീച്ചേഴ്സും. എന്താ നോബിൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ദേർസ് എ നൊബിലിറ്റി, അതായത് ദേർസ് എ റിപ്ലിംഗ് എഫക്റ്റ് സൊസൈറ്റിയിലുണ്ടാവും ഈ പ്രൊഫഷന്. എല്ലാ പ്രൊഫഷനും അതില്ല. അപ്പോൾ മഹത്തായിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിൽ റിപ്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുള്ള പ്രൊഫഷൻസ്. അത് ഈ 2 പ്രൊഫഷനാണ്. ഇപ്പം ആകെ 2 പ്രൊഫഷനേ ഉള്ളൂ, മഹത്തായിട്ടുള്ള 2 പ്രൊഫഷൻസ്, സൊസൈറ്റിയിൽ റിപ്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഫഷൻസ്. അതിലൊന്നിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ സാധാരണ ആൾക്കാരല്ല എന്നർത്ഥം. എങ്ങനെയാണ് സമൂഹത്തിൽ റിപ്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുക? ഈയിടെ ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കണ്ടു. ഒരു ടീച്ചർ സാധാരണ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ എത്ര കുട്ടികളുണ്ട്? ഓരോ ക്ലാസ്സിലും ആവറേജ് 30 to 40 ആവറേജ്. അപ്പോൾ എത്ര കൊല്ലം വർക്ക് ചെയ്യും ഒരു ടീച്ചറുടെ ആക്റ്റീവ് ലൈഫ് ടൈം? അവർ കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ 25 to 30 years, ആവറേജ് 30 to 40 സ്റ്റുഡൻസിന് ക്ലാസ് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം റിപ്ലിംഗ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. യു ആർ എൻ ഇൻസ്പയറിങ് ടീച്ചർ. സപ്പോസ് എത്ര കുട്ടികളെ ഇൻഫ്ലുവൻസ്ഡ് ആവും? ഇപ്പോൾ 40 ക്ലാസ്സിലുണ്ട്. പിന്നെയോ അതോടെ അവസാനിച്ചോ? പിന്നെ ഈ 40 കുട്ടികൾക്ക് 80 പാരൻസ് ഉണ്ടാവില്ലേ? ഇല്ലേ? സ്കൂളിൽ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പാരൻസ് പറയണതല്ല കേൾക്കുക. പിന്നെയോ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മ പറയുന്നതല്ല ശരി എന്ന് പറയും. ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അത്രമാത്രമാണ്. അപ്പോൾ 80 പാരൻസിനെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇപ്പോൾ 40 കുട്ടികൾ ക്ലാസ് ആണെങ്കിൽ 40ഉം 80ഉം എത്രയായി? 120 ഇൻഫ്ലുവൻസസ് ആയി. പിന്നെയോ 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക വീട്ടിൽ. ചേട്ടൻ, ചേച്ചി, അനിയന്മാരൊക്കെ ഉണ്ടാവില്ലേ? അവരെക്കുറിച്ച് കുട്ടി ടീച്ചറുടെ കാര്യം പറയില്ലേ വീട്ടിൽ പോയിട്ട്?
അപ്പോൾ പിന്നെ സിംഗിൾ പാരൻറ്റിങ് ആയി എന്ത് ചെയ്യും, അങ്ങനെ ആരും ചോദിച്ചില്ലേ ഭാഗ്യത്തിൽ. അല്ലേ? അപ്പോൾ അനദർ 40. അപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് എത്രയായി? 160 ആയില്ലേ? പിന്നെയോ അവിടെ നിൽക്കും അത് അവരുടെ റിലേറ്റീവ്സ്, അവരുടെ നൈബേഴ്സ്. അങ്ങനെ 25 to 30 ഇയേഴ്സ് ഒരു ഇൻസ്പയറിങ് ടീച്ചർ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ച് 1 lakh ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു. 1 lakh റിപ്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു 25 ഇയേഴ്സ് ഒരു ഇൻസ്പയറിങ് ടീച്ചറുടെ. അതുകൊണ്ടാണ് ഇത് നോബൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സും അല്ലേ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്കിഷ്ടമായി അസുഖം മാറി നമ്മൾ എന്താ ചെയ്യുക? എന്ത് രോഗമായാലും ആളുടെ അടുത്തേക്ക് പോകും. അത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിക്കൊള്ളുന്നില്ല അല്ലേ? ഇതിനാണ് നോബൽ പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അത്രമാത്രം മഹത്തായിട്ടുള്ളൊരു ജോലിയിലാണ് നിങ്ങൾ വന്നു പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സാലറി, വേജസ് അങ്ങനെയായിട്ട് നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ജോലി ചെയ്യരുത്. അപ്പോൾ ഇത് മന്ത്ലി വേജസിന് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ജോലിയാണ്, മാസാവസാനം എന്തെങ്കിലും ശമ്പളം കിട്ടും. അങ്ങനെയാണ് ഈ പ്രൊഫഷനെ കാണണമെങ്കിൽ ഈ പ്രൊഫഷൻ ഒരു ബേർഡനായി മാറുന്നു. മഹത്തായ ഒരു ജോലിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1 lakh ആൾക്കാരെ ലൈഫ് ടൈമിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള റിപ്ലിംഗ് എഫക്റ്റ് ഉണ്ടാവും. ദീസ് ഓൾ വിൽ ഇൻസ്പയർ യു അല്ലേ? മസ്റ്റ് ഇൻസ്പയർ യു. അപ്പോൾ ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയുമോ? വേഗം പറയൂ, അവിടേക്ക് പോകാമെന്ന്. സാർ വേഗം പറയുന്നത്, ഉത്തരം പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ്. ആളോഹരി വരുമാനം വളരെ ഹൈ, ചെറിയൊരു രാജ്യം, പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും അധികമുള്ളൊരു സ്ഥലമാണ്. അവിടെ ടീച്ചേഴ്സിനാണ് ഹയസ്റ്റ് സാലറി. ഏറ്റവും സാലറി ഉള്ള പ്രൊഫഷൻ ടീച്ചേഴ്സാണ്. സോറി. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ എക്കോണമി എങ്ങനെയാണ്? ആകെ 2 പ്രൊഫഷൻസേ ഉള്ളൂ കാര്യമായിട്ട് അവിടെ. സ്വിറ്റ്സർലാൻഡിലെ മെയിൻ ഇൻകം എങ്ങനെ അറിയാം? ഒരെണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്താണ്? യെസ്, സ്വിറ്റ്സർലാൻഡിൽ ഓൾ ഇൽ ബിഗോട്ടൺ വെൽത്ത് വിൽ ഗോ ദർ. എവിടേക്കാ? സ്വിസ് ബാങ്ക്, റൈറ്റ്. ഇല്ലേ, കേട്ടില്ലേ? അതൊന്നും പഠിപ്പിക്കുന്ന വിഷയങ്ങളിലില്ല സാറേ, ആണോ? ഔട്ട് ഓഫ് സിലബസ് ആണ്. ബാങ്കാണ് പ്രധാനപ്പെട്ട. ലോകത്തിലെ എല്ലാ കള്ളപ്പണവും പോകണം എവിടേക്കാണ്? സ്വിസ് ബാങ്കിലേക്ക്. അത് സ്വിറ്റ്സർലാൻഡിലാണ്. ബാങ്കിങ് ആണ് പ്രധാനപ്പെട്ട ഒരു ഇൻകം, റൈറ്റ്. രണ്ടാമത്തെ ഇൻകം അതറിയോ? ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്. ഏറ്റവും കൂടുതൽ ഇൻസുലിനൊക്കെ ഡയബറ്റീസിന്, ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലാണ്. 5 പേരെ കണ്ടായാലും ഒരാൾ ഡയബറ്റിക് ആയിരിക്കും. 20% പോപ്പുലേഷൻ ഡയബറ്റിക്കാണ്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വലിയ കമ്പനികളൊക്കെ സ്വിറ്റ്സർലാൻഡിലാണ്. ഈ 2 പ്രൊഫഷൻസാണ് ഈ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം ഇത്രയധികം കൂട്ടുന്ന സംഗതി. ഈ 2 പ്രൊഫഷനും കോമൺ ആയിട്ട് എന്താ വേണ്ടത് ആലോചിച്ചു നോക്കും. ബാങ്കിന് എന്താ വേണ്ടത്? ബാങ്ക് ഭംഗിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് സർവീസാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഞാൻ ബാങ്കിൽ ഇപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്ക് പോലെ ഞാൻ ഇപ്പോൾ അവിടെ പൈസ കൊണ്ടിട്ടു വാങ്ങാൻ പോണ സമയത്ത്, തിരിച്ചെടുക്കാൻ പോണ സമയത്ത് അടുത്ത ചൊവ്വാഴ്ച വരും കേട്ടോ പറഞ്ഞാൽ ബാങ്കിന് എന്താ വേണ്ടത്? ട്രസ്റ്റ്. അവിടെ ഞാൻ പൈസ കൊണ്ടിട്ടാൽ തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ പൈസ തരണ്ടേ? ട്രസ്റ്റാണ് ബാങ്കിന് ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി അല്ലേ? ഇന്ന് നമ്മുടെ കേരളത്തിലെ ബാങ്കുകളിൽ പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ബാങ്ക്സിനില്ലാത്തത് ട്രസ്റ്റാണ് ഒരു പ്രധാനപ്പെട്ട വാല്യൂ ഉണ്ട്.
പിന്നെയോ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന് എന്താ വേണ്ടത്? ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി. ഈ രണ്ട് ക്വാളിറ്റിയുടെ ബേസിലാണ് ഹോൾ കൺട്രിയുടെ എക്കോണമി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ദ ഹോൾ നാഷൻ നോക്കിക്കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി, രണ്ട് ക്വാളിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ദിസ് കൺട്രി ഈസ് ഓൺ ദ ടോപ്പ് പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ. അപ്പോൾ എന്തിനാ ടീച്ചേഴ്സിന് ഇത്ര അധികം ശമ്പളം കൊടുക്കുന്നവർ? എന്നാൽ ബാങ്കിൽ കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ഫാർമ പ്രോഡക്ട്സിന് കൊടുത്താൽ പോരെ? ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ കമ്പനി അവിടുത്തെ കമ്പനീസിൽ വിസിറ്റ് ചെയ്ത് നമ്മൾ അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ അവിടെ കംപ്ലീറ്റ് റോബോട്ടിക് മെഷീൻസ്, ഒരു സ്ഥലത്ത് കൂടെ റോ മെറ്റീരിയൽ എൻട്രിയും ഫൈനൽ പ്രോഡക്റ്റും മറ്റേ ഭാഗത്തും, അതിനിടയ്ക്ക് ഹ്യൂമൻ ടച്ച് പോലും ഇല്ല. ഒരു ടാബ്ലറ്റിൻ്റെ മേലെ ഒരാൾ ആദ്യം തൊടുന്നത് ആരായിരിക്കും അറിയാമോ? പേഷ്യൻ്റാണ് തൊടുക. അങ്ങനത്തെ റോബോട്ടിക് മെഷീൻ, അത്ര ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉള്ള പ്രോഡക്ട്സാണ്. അപ്പോൾ ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റിയാണ് ഈ രണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന റിസോഴ്സ് വരെ. അപ്പോൾ ഈ ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഇൻസ്റ്റിൽ ചെയ്യുന്ന തരത്തിലുള്ള സിറ്റിസൻസിനെയാണ് അവർക്ക് ആ രാജ്യത്തിനെ സസ്റ്റെയിൻ ചെയ്യേണ്ട, ബിസിനസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള സിറ്റിസൻസിനെയാണ് അവർക്ക് ആവശ്യം. ആര് ട്രെയിൻ ചെയ്യവരെ? ടീച്ചേഴ്സ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും ഹയസ്റ്റ് സാലറി ടീച്ചേഴ്സിന് കൊടുക്കുന്ന കാരണം. മനസ്സിലായോ? ഈ കൺട്രി പ്രോഗ്രസ് ചെയ്യാൻ ഒരു കാരണം അതാണ്. അപ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം, നമ്മുടെ രാജ്യം എന്തെങ്ങനെയായത്? എന്താ സാർ, യു ആർ സൈലൻറ്റ് സഡൻലി? നമ്മുടെ രാജ്യം എന്തുകൊണ്ട് ഇങ്ങനെയായി? ഈ സ്റ്റോറി റിപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മളവിടെ എന്താ നടക്കണത്? ഈ നാടിൻ്റെ ഈ ഇന്നത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണം ആരാണ്? യു ഓൾ. ഈ ഇന്ത്യയിലെ ടീച്ചേഴ്സാണ് അതിന് കാരണം. എക്സാമ്പിളാണ് സ്വിറ്റ്സർലാൻഡ്. ഇത് വാല്യൂസാണോ ഇൻസ്റ്റിൽ ചെയ്യുന്നത് നമ്മൾ കുട്ടികളിൽ? വാല്യൂസ് ആൻഡ് ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി. തിങ്ക് ഓവർ. അതുകൊണ്ടാണ് പറഞ്ഞ റിപ്ലിങ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയെ വേണ്ട രീതിയിൽ വാല്യൂ സിസ്റ്റം ഇൻസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ഈ നാടിനതൊരു അസറ്റാണ്. പല രാജ്യങ്ങളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ തന്നെ. ഇപ്പം നമ്മുടെ ഈ നാട് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയാണ് അതിന് കാരണം. ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സത്യമാണ്. നിങ്ങൾക്ക് പറയാം അതല്ല സാർ ഗവൺമെൻറ്റാണെന്ന്. ഗവൺമെൻറ്റിലെ പൊളിറ്റീഷ്യൻസിനെ ക്രിയേറ്റ് ചെയ്യണ ആരാ? പൊളിറ്റീഷ്യൻ ആ മേലെ നിന്ന് ഇങ്ങനെ വന്ന് വീണതാണോ? ഹി വാസ് ഓൾസോ എ സ്റ്റുഡൻറ്റ് അല്ലേ? പിന്നെ ഭരണഘടനയിൽ പഠിക്കണം എന്നില്ല മന്ത്രിയാവാൻ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രൊഫഷന് അത്രമാത്രം നൊബിലിറ്റി ഉണ്ട്, ഫാർ റീച്ചിങ് റിപ്ലിങ് എഫക്റ്റ് ഉണ്ട് അത് സൊസൈറ്റിയുടെ മേലെ. അത് നമ്മുടെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താ സംഭവിക്കുക? ടീച്ചറുടെ ഉള്ളിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബട്ട് വെൻ യു റിമൈൻഡഡ് എന്താ ഉണ്ടാവണം നമുക്ക്? വാട്ട് യു വിൽ ഫീൽ? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല സാറേ, അതാണോ? എന്താ തോന്നുക? എന്തിനാണ് വാല്യൂസ്? വൈ വാല്യൂസ് എന്ന് യൂത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. വൈ ട്രസ്റ്റ്? വൈ ക്വാളിറ്റി? വൈ നോട്ട് ചീറ്റ്? വാല്യൂസ് വിൽ ഗിവ് യു ഡയറക്ഷൻ ഫോർ ലൈഫ്. നിങ്ങളൊരു ക്രോസ് റോഡിലെത്തി നിൽക്കുക, വാല്യൂ വിൽ ഗിവ് യു ഡയറക്ഷൻ. ഒരാളിങ്ങനെ നടന്നു പോയി ഒരു ജംഗ്ഷനിലെത്തി, രണ്ട് വഴിയുണ്ട്. അപ്പോൾ അയാൾ അവിടെ ഇരിക്കുന്ന ഒരു കടക്കാരനോട് ചോദിച്ചു, ഞാനിത് ഏത് വഴി കൂടെ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്താ മറുപടി പറയാം?
ഞാൻ ഏത് വഴി കൂടെ പോകണ്ട് സാർ പറയൂ? രണ്ട് വഴിയുണ്ട്. ആ. So if you don't have a destination, any road will take you there. ഇതാണ് വാല്യൂസ് എന്ന് പറയുന്നത്. വാല്യൂസിന് ഒരു ഡയറക്ഷനേ ഉള്ളൂ. സോ വാല്യൂസ് വിൽ ഗിവ് യു ഡയറക്ഷൻ ഫോർ ലൈഫ്. നമ്മൾ ഒരു ക്രോസ് റോഡ്സിലെത്തുന്ന സമയത്ത് ഏത് വഴി കൂടെ പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുഴ ഒഴുകി സമുദ്രത്തിലേക്ക് പോകണ പോലെയാണ്. അത് പർവ്വതങ്ങളിൽ ചെറിയ സ്ട്രീക്കായിട്ട് പുറപ്പെട്ടു, വലിയ പുഴയായി. എവിടേക്കാണ് പോവുക? അത് കടലിൽ പോയി ചേരും. കടലിൽ പോയി ചേരുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാണ്ടാവും വാസ്തവത്തിൽ. പുഴ എന്നുള്ള ഐഡൻറ്റിറ്റി പോയില്ലേ. പക്ഷേ കടലിൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ പുഴയുടെ സ്പീഡ് കൂടുകയോ കുറയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അഴിമുഖത്ത് പോയി നോക്കണം. കടലിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ പുഴയുടെ സ്പീഡ് കൂടും. എത്രയും വേഗം അതിന് ചെന്ന് അങ്ങോട്ട് ലയിക്കണം എന്ന് അതിൻ്റെ ആഗ്രഹം. ഇറ്റ് ലൂസസ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി. അപ്പോൾ പുഴ കടലിൽ പോയി ചേരുന്നു, അതിൻ്റെ ഡെസ്റ്റിനേഷൻ അതാണ്. ഇനി പുഴ ഇങ്ങനെ ഒഴുകി പോണ വഴിക്ക് ഇതാ സ്കൂളിൻ്റെ അതിൽ കൂടെ പോകണമെന്ന് വിചാരിക്കുക. സോ ആദ്യം സ്കൂളിൻ്റെ അതിലൊരു പുഴ ഒഴുകി പോകണം. അവിടെ കുട്ടികളും നല്ല ടീച്ചേഴ്സും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോൾ പുഴയ്ക്ക് പോയി എന്തിനാ ഇപ്പോൾ കടലിലേക്ക് പോയിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി കളയാൻ, ഈ സ്കൂളിലേക്ക് ഒഴുകാമെന്ന് വിചാരിച്ചാലോ? ഇന്നിപ്പോൾ അതാണ് നടക്കുന്നത്. പുഴ വഴി മാറി സ്വാതി സ്കൂളിലേക്ക് വന്നു. വാട്ട് വിൽ ഹാപ്പൻ? ദർ ഇസ് എ ഫ്ലഡ്. വെള്ളം അവിടെ കെട്ടി നിൽക്കും. എവറിത്തിങ് ഈസ് ബ്ലോക്ക്ഡ്. അപ്പോൾ ആ വെള്ളത്തിനെന്ത് സംഭവിക്കും? പിന്നെ അതിൻ്റെ മേലെ സൂര്യതാപം ഏറ്റിട്ട് ആവിയായിട്ട് മേലേക്ക് പോകണം. അതിൻ്റെ ഡയറക്ഷൻ സ്റ്റോപ്പായി. ചൂട് കൊണ്ട് ആവിയായിട്ട് ഘനീഭവിച്ച് പോകണം ആ വെള്ളം. വേറെ വഴിയില്ല, കടലിലെത്താൻ വേറെ വഴിയില്ല അല്ലേ? ആ ചൂടാണ് ലൈഫിലെ മിസറീസ് എന്ന് പറയുന്നത്. എന്താ മിസറീസിന് കാരണം? സ്റ്റാഗ്നേഷൻ, ഡയറക്ഷൻ തെറ്റി. അപ്പോൾ ആ ഡയറക്ഷനാണ് നമുക്ക് വാല്യൂസ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഡയറക്ഷനാണ്. ഓൾവേസ് റിമെമ്പർ ദീസ്. നിങ്ങളുടെ ഉള്ളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടീച്ചേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ പല ടീച്ചേഴ്സും പല ക്ലാസ്സുകളിൽ ഇങ്ങനെയുള്ള സെഷൻസിലൊക്കെ പോകുമ്പോൾ അവരോട് പേഴ്സണലായിട്ട് വന്നു, ഇന്നത്തെ കാലത്ത് വാല്യൂസ് കീപ്പ് ചെയ്യാൻ പറ്റുമോ സാറേ? പ്ലീസ് ടെൽ മീ. വാല്യൂസ് കീപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബട്ട് ദർ ഇസ് നോ ഡയറക്ഷൻ ഫോർ യുവർ ലൈഫ്. ഇതേമാതിരി ഫ്ലഡ് ഉണ്ടാവാൻ പോണത്. ഇതെല്ലാം നേച്ചറിൽ ഇപ്പോൾ ഒബ്സർവ് ചെയ്ത് നോക്കൂ. ദർ ഇസ് നോ ഡയറക്ഷൻ ഫോർ വാട്ടർ, ഇറ്റ് ക്രിയേറ്റ്സ് ഫ്ലഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം എന്താണ്? ആക്ച്വലി വാല്യൂസ് ഡൈവേർട്ട് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് വാല്യൂസ് വിൽ ഗിവ് യു ഡയറക്ഷൻ. ഒരു ക്രോസ് റോഡിലെത്തുന്ന സമയത്ത് റൈറ്റ് ഡയറക്ഷൻ എന്താണെന്ന് വെച്ചാൽ വാല്യൂ ഉള്ള ഡയറക്ഷനാണ് റൈറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി എന്നുള്ള രണ്ട് വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് വർഷങ്ങളായിട്ട് ഈ കൺട്രി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദ ഡീവിയേറ്റ് ഫ്രം ട്രസ്റ്റ് ആൻഡ് ക്വാളിറ്റി എന്താ ഉണ്ടാവുക? വിത്തിൻ 10 years ഈ കൺട്രി വിൽ ബിക്കം നത്തിങ്. അവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആരും വാങ്ങില്ല. അവിടുത്തെ ബാങ്കിലാരും പൈസ കൊണ്ടിട്ടില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് പോലെയാവും സ്വിസ് ബാങ്ക് അല്ലേ? നമ്മളവിടെ പൈസ കൊണ്ടിടോ? തൃശ്ശൂർക്കൊന്ന് പോകണമായിരുന്നു. എന്തിനാ? അവിടെ കരുവന്നൂർ ബാങ്ക് ഉണ്ട്, അവിടെ കുറച്ച് പൈസ കൊണ്ടിടാനാണ്. പറയോ നിങ്ങൾ? വൈ? ആ ഡയറക്ഷൻ വാല്യൂസ് ഇല്ലാത്ത ഡയറക്ഷനാണ് നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാറ്. സോ വാല്യൂസ് വിൽ ഗിവ് യു ഡയറക്ഷൻ ഫോർ ലൈഫ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പണ്ടത്തെ കാലത്തെ ആൾക്കാർ പറയില്ലേ, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ആപ്തവാക്യമുണ്ട്, മാതാ പിതാ ഗുരു ദൈവം. കേട്ടില്ലേ നിങ്ങൾ? എന്താ അതിൻ്റെ മീനിങ്? മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാതാവും പിതാവും ഗുരുവും ദൈവമാണെന്ന്, അതാണോ?
കുട്ടി ആദ്യം പിറന്നു വീണത് അമ്മയുടെ അടുത്താണ് അല്ലേ? ഫസ്റ്റ് അമ്മയാണ്. അപ്പോൾ അമ്മ എന്ത് വാല്യൂ ആണ് കുട്ടിയിൽ ഇൻസ്റ്റിൽ ചെയ്യുക? ആദ്യത്തെ 3-3.5 കൊല്ലം കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്നത് എന്താണ്? എന്ത് വാല്യൂ കൊടുക്കുക അമ്മ? അച്ചടക്കം പഠിപ്പിക്കുമോ? വടിയെടുത്തിട്ട് പ്രസവിച്ച ഉടനെ കുട്ടിക്ക് എന്തായാലും ഡിസിപ്ലിൻഡ് ആയിട്ട് വളരണം. അപ്പോൾ പ്രസവിച്ച ഉടനെ തൊട്ട് അടി തുടങ്ങാമെന്ന് വിചാരിക്കുമോ? ലവ്. സോ മദർ മീൻസ് ലവ്. വേറെ ഒരു മീനിങ്ങും ഇല്ല മദർ എന്നുള്ള വാക്കിന്. വേറെ ഏതെങ്കിലും ക്വാളിറ്റീസ് മദർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പുറത്തെടുത്താൽ യു ആർ ഇൻ എ റോങ് ഡയറക്ഷൻ. നിങ്ങളെല്ലാം സിസ്റ്റേഴ്സ് ടീച്ചേഴ്സാണ്. സോ വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് വാല്യൂ സിസ്റ്റം? നിങ്ങളെല്ലാവരും അമ്മമാരല്ലേ? മോസ്റ്റ് ഓഫ് യു, റൈറ്റ്? എന്ത് വാല്യൂസാണ് നിങ്ങൾ ഫസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? അതാണോ കൊടുക്കുന്നത്? പ്ലീസ് ഇൻട്രോസ്പെക്ട് ഓൺ ഇറ്റ്. സോ മദർ മീൻസ് ലവ്, വേറെ ഒന്നുമില്ല. ഡിസിപ്ലിൻ ഇല്ല. പിന്നെ വേർ ദിസ് ഫെലോ കംസ് ഫാദർ. മാതാപിതാവ് എപ്പോഴാണ് വരുന്നത്? 3.5 വയസ്സ് 4 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഹീ നീഡ്സ് ഡിസിപ്ലിൻ. അമ്മയാണോ ഡിസിപ്ലിൻ ചെയ്യുക കുട്ടികളെ? ഏതെങ്കിലും കുട്ടികളെ അമ്മ ഡിസിപ്ലിൻ ചെയ്തതായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ഓ, നിങ്ങളങ്ങനെ ചെയ്യണമെങ്കിൽ യു ആർ ഡൂയിങ് റോങ് തിങ്സ്. ഫാദറെ ഡിസിപ്ലിൻ ചെയ്യുക. ഓക്കെ, അമ്മ സ്നേഹം. ഇപ്പോൾ ഫസ്റ്റ് നർച്ചറിങ് ഫാക്ടർ ലവ് ആണ്. സെക്കൻഡ് ഫാക്ടർ ഇസ് ഡിസിപ്ലിൻ. ലവ് നീഡ്സ് ടു ബി ഡിസിപ്ലിൻ ലേറ്റർ ലൈഫിൽ. സോ ഫാദർ കംസ്. കുട്ടി അച്ഛൻ പറയുകയാണ് അമ്മോട്, വേണ്ട പ്രസവിച്ചു തൊട്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം ഡിസിപ്ലിൻ ചെയ്യാൻ കുട്ടീനെ. അങ്ങനെ ചില കുട്ടികളുണ്ട് അച്ഛന്മാർ വളർത്തിയത് ഡിസിപ്ലിൻഡായിട്ട്. പല വൈകല്യങ്ങളുണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ ഫസ്റ്റ് ഇസ് ലവ്, അമ്മ എന്ന് പറഞ്ഞ സ്നേഹം. ദെൻ ഹി ഹാൻഡ് ഓവർ ടു ഫാദർ, ഹി ഡിസിപ്ലിൻസ്. പിന്നെയോ ഗുരു. വാട്ട് ഡസ് ദ ഗുരു ഡസ്? ഇത് രണ്ടും ചേർന്നത് എന്താണ്? ദെൻ കംസ് ടു ഗുരു, ലവ് ആൻഡ് ഡിസിപ്ലിൻ ടുഗദർ. ലവ് ആൻഡ് ഡിസിപ്ലിൻ വിൽ ഗിവ് ഹിം എ ഡയറക്ഷൻ ഇൻ ലൈഫ്. ഈ രണ്ട് ഫാക്ടറിനെ അവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധ്യമല്ല. അതിന് ഗുരുവിന് ഹാൻഡ് ഓവർ ചെയ്യണം. അമ്മ അച്ഛന് ഹാൻഡ് ഓവർ ചെയ്യണം, അച്ഛൻ ഗുരുവിന് ഹാൻഡ് ഓവർ ചെയ്യണം. അത് ടീച്ചേഴ്സിന്. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ലവ് ആൻഡ് ഡിസിപ്ലിൻ സെക്കൻഡ് പാർട്ടാണ് ഗുരു. പിന്നെയോ വൺ മോർ പേഴ്സൺ ഈസ് ദർ, വൺ ഫെലോ. ആരാ അവസാനത്തെ? അതെന്താ അത്? Then Guru hand over him to God. എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് ലവ് ആൻഡ് ഡിസിപ്ലിൻ ഗുരു ഈ ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലെ ഡിവിനിറ്റിയെ ഉണർത്തുന്നതാണ്. ഫസ്റ്റ് ലവ്, then discipline, then love and discipline, then hand over to God means divinity. So ഡയറക്ഷൻ എവിടേക്കാണ് പോണത്? പിന്നെ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഡയറക്ഷൻ എവിടേക്കാണ്? ഡയറക്ഷൻ ഈസ് ടുവേർഡ് ദ ഡെസ്റ്റിനേഷൻ ഈസ് ഓൾവേസ് ഡിവിനിറ്റി. ഡിവിനിറ്റിയെ നമ്മൾ എങ്ങനെയാണ് പറയുക? ഇറ്റ്സ് ഫുൾ ഓഫ് വാല്യൂസ്. എല്ലാ ഗ്രേറ്റ് ക്വാളിറ്റീസും നമ്മൾ ഈശ്വരനായിട്ട് കണക്ട് ചെയ്തിട്ടില്ല പറയുക, അല്ലേ? എല്ലാ ക്വാളിറ്റീസ്, ദയാലു, ഹൃദയമുള്ള ആൾ, സ്നേഹസമ്പന്നൻ, ഇതൊക്കെ ഡിവൈൻ ക്വാളിറ്റീസ് അല്ലേ? സോ ഫൈനലി ഇറ്റ് ഈസ് ടു ഡിവിനിറ്റി. ദാറ്റ് ഡിവിനിറ്റി ഈസ് വിത്തിൻ. അപ്പോൾ ആ ഉള്ളിലുള്ള ഡിവിനിറ്റീനെ ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫൈനലി ഇറ്റ് ഈസ് ഹാൻഡഡ് ഓവർ ടു ഗോഡ് എന്ന് പറയുന്നത്. ഇതൊരു എവല്യൂഷണറി ട്രാക്കാണ്. നോക്കൂ, അമ്മ, അച്ഛൻ, ഗുരു, ഈശ്വരൻ. ഇത് ഒരു പർവ്വതത്തു നിന്ന് ഒരു നദി ഒഴുകി കടലിൽ ചെന്ന് ചേർന്ന പോലെ, ഡിവിനിറ്റിയിൽ ചെന്ന് ചേർന്ന പോലെ. യു ലൂസ് യുവർ ഐഡൻറ്റിറ്റി, ബട്ട് ദാറ്റ് ഈസ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. അതിലാണ് അതിൻ്റെ ഫുൾഫിൽമെൻറ്റ്.
ആ ഫുൾഫിൽമെൻറ്റിന് പകരം എൻ്റെ ഐഡൻറ്റിറ്റി കളയില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ മാറ്റി തന്നിട്ടുണ്ടാവുക. സാദി സ്കൂളിലേക്ക് വന്നാൽ ഫുൾ ഓഫ് മിസറീസ്. പിന്നെ സൂര്യതാപമേറ്റിട്ട് ഇവോപ്പറേറ്റ് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. സോ സീ ദ ഡയറക്ഷൻ, വാല്യൂസിൻ്റെ ഡയറക്ഷൻ കണ്ടു. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് നമ്മുടെ ലൈഫെങ്കിൽ യു വിൽ ഓൾവേസ് ഗെറ്റ് ഇൻസ്പയർഡ്. എന്തുകൊണ്ടാണ് ഈ മലയിൽ നിന്ന് ഈ പുഴ അങ്ങനെ വ്യഗ്രതയോടുകൂടി കടലിലേക്ക് പോയി? ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ടു ഗോ ദർ. അതിനെ നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കണം പുഴയ്ക്ക്. പ്ലീസ് ഗോ ടു ദ ഡെസ്റ്റിനേഷൻ മറ്റേ കടലാന്ന് പറഞ്ഞിട്ട് വേണോ? അതിൻ്റെ ഇൻസ്പിറേഷൻ കാണണമെങ്കിൽ സമുദ്രത്തിൻ്റെ അടുത്ത് പോയി നോക്കണം. നിങ്ങൾ ഇവിടുന്ന് പോയി ആ താനൂർ പോയി നോക്കിയാൽ മതി. പുഴ കടലിനോട് ചേർന്ന് അഴിമുഖമില്ലേ, യു സീ ദ സ്പീഡ്. സോ ഇറ്റ് ഈസ് നാച്ചുറലി ഇൻസ്പയർഡ്. ദർ ഇസ് എ ഡയറക്ഷൻ ഫോർ ലൈഫ്. ഇപ്പോൾ ഈ മാതാപിതാ ഗുരുദേവ് എന്നുള്ള പണ്ടുള്ള ആപ്തവാക്യം മാത്രം ഒരു ടീച്ചർ ഫോളോ ചെയ്താൽ മതി. യു ആർ എൻ ഇൻസ്പയറിങ് ടീച്ചർ. നൗ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസ്പിറേഷൻ? അത് നമ്മൾ എങ്ങനെ നമ്മൾ ഇൻസ്പയർഡ് ആവുക? ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ്റെ സയൻസ് എന്താണ്? വാട്ട് ഈസ് ഇൻസ്പയറിങ് യു? ഈ ഡയറക്ഷൻ അല്ലേ, വൺ ലീഡിങ് ടു അതർ, ഒന്ന് മറ്റൊന്നിലേക്ക് ഇവോൾവ് ചെയ്യുന്ന ഈ ഡയറക്ഷനാണ് ഇൻസ്പയർ ചെയ്യുന്നത്. അവിടെ അതിൻ്റെ മോട്ടിവേഷണൽ ടോക്കാണോ ഇൻസ്പയർ ചെയ്യുന്നത്? അതുപോലെ സെഷൻസ്, മോഡ്യൂൾസൊക്കെ ഇൻസ്പയർ ചെയ്യുമോ? സോ പർപ്പസ് വിൽ ഇൻസ്പയർ യു. ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേറ്റർ എന്ന് മാനേജ്മെൻറ്റ് തിയറികളിലൊക്കെ പറയുന്നത്, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേറ്റർ? ഇഫ് യു ഹാവ് പർപ്പസ് ഇൻ ലൈഫ്, ദാറ്റ് വിൽ മോട്ടിവേറ്റ് യു. Purpose is the biggest motivator. Purpose എന്ന് പറഞ്ഞാൽ there is a direction where I have to go. ഡയറക്ഷൻ ഇല്ലെങ്കിൽ എന്താണ്ടാവും? നേരത്തെ പറഞ്ഞ പോലെ if you don't have any destination, any road will take you there. ഏത് വഴിക്കും പോകാണ്. അപ്പോൾ പർപ്പസാണ് ബിഗ്ഗസ്റ്റ് മോട്ടിവേറ്റർ. Then we will come to that purpose. What is the purpose of life? ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടോ? ടു ബി ഹാപ്പി, റൈറ്റ്? വെരി ഗുഡ്. ടു ബി ഹാപ്പി ആണ് പർപ്പസ്, റൈറ്റ്? ആർ യു റിയലി ഹാപ്പി? Happiness is one of the goals of life. Purpose will motivate you, right? If you want to be happy in life, you will move in that direction. The answer correct ആണ്. നമുക്ക് നോക്കാം എന്താണ് ലൈഫിൻ്റെ പർപ്പസ്. പർപ്പസാണ് മോട്ടിവേറ്റർ എന്ന് പറഞ്ഞു. വേറെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി, വാട്ട് ഈസ് ലൈഫ് അങ്ങനെ എടുക്കാം. എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ? ഒരു കുട്ടി നിങ്ങളോട് ചോദിക്കുക, ടീച്ചറെ എന്താ ജീവിതം എന്ന് പറഞ്ഞു തരാമോ? ഡെഫിനേഷൻ. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സ്വാതി സ്കൂള്? മലയാളത്തിൽ ചോദിക്കരുത്, ഇംഗ്ലീഷ് ചോദിക്കരുത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് ടീച്ചർ? ടീച്ചർ എന്താ പറയുക? വേറെ ഒന്നുകൂടി സിമ്പിളാക്കിയിട്ട്, വാട്ട് ഈസ് ലൈഫ്? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളല്ലേ, നിങ്ങൾക്ക് അറിയണതാണ്. നിങ്ങളുടെ ജീവിതം നോക്കുക എന്താണെന്ന് അപ്പം തന്നെ ആൻസർ കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കണേ? വാട്ട് ഈസ് ലൈഫ്? ലൈഫ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എന്താ വാട്ട് ഈസ് ദാറ്റ് ഇറ്റ്? ബ്രത്ത്. ബ്രത്ത് ഈസ് ലൈഫ്. ഇപ്പം നേരത്തെ ടീച്ചർ ആനന്ദം ബ്രഹ്മേതി വിജാനാഥ് എന്നാണ് പറഞ്ഞത്. ഹാപ്പിനെസ് എന്നാണ് ഗോൾ എന്ന് പറഞ്ഞു. ഇപ്പം അത് മാറ്റി പിടിച്ചോ? See, you are all thinking in a complicated way. I have given you clues to answer. What is life? Life is what it is. What is that it? ഇപ്പോൾ നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സപ്പോസ്
നിങ്ങൾക്കൊരു ആവറേജ് ഏജ് 30 എന്ന് വിചാരിക്കാം. ആ 30 years ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ തിങ്കിങ് ഇൻ എ കോംപ്ലിക്കേറ്റഡ് വേ. സിമ്പിളായിട്ട് ആലോചിക്കൂ. എന്താണ് നിങ്ങൾ കുട്ടികൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആണോ? യു വോണ്ട് ടു മേക്ക് ദം കോംപ്ലിക്കേറ്റഡ്, മോർ കോംപ്ലിക്കേറ്റഡ് ദൻ വാട്ട് ദേ ഹാവ് കം? ആണോ? സിമ്പിൾ അല്ലേ? നേച്ചർ ഈസ് ഓൾവേസ് സിമ്പിൾ. സോ സിംപ്ലിസിറ്റിയിലാണ് ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമാവുക. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇറ്റ്സ് ഓൾ സിമ്പിൾ ഫാക്ട്സ് ഓഫ് ലൈഫ്. ഒരു കോംപ്ലിക്കേറ്റഡ് മാനേജ്മെൻറ്റ് തിയറി അല്ലതൊന്നും. അപ്പോൾ വാട്ട് ഈസ് ലൈഫ്? ഇപ്പോൾ എനിക്ക് 50 വയസ്സായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. അതല്ലേ അതിനർത്ഥം? സിമ്പിൾ ഡെഫിനേഷൻ. ലൈഫ് ഈസ് എക്സ്പീരിയൻസ്. ഇപ്പോൾ 50 years ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു ബോസ് ഉണ്ടായിരുന്നു. അങ്ങേര് പറയുന്നത് 10 years എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അങ്ങേര് ബോസ് പറഞ്ഞു, ഇയാൾക്ക് 10 years എക്സ്പീരിയൻസ് അല്ല, 1 year എക്സ്പീരിയൻസ് റിപ്പീറ്റഡ് 10 times. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോ എക്സ്പീരിയൻസ് നമ്മൾ എന്താക്കേണ്ടത്? വി ഷുഡ് ബി മോർ വൈസർ. എന്തുകൊണ്ടാണ് നമ്മൾ പ്രായമായ ആൾക്കാരെ ബഹുമാനിക്കണത്? പണ്ട്, ഇപ്പോഴല്ല. പ്രായമായ ആൾക്കാർ വരുമ്പോൾ കുട്ടികൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കില്ലേ? ഞാൻ വന്നപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്നു. പ്രായമായതുകൊണ്ടാണോ? അല്ല. ദെൻ യു ആർ റോങ്. നിങ്ങളെക്കാളൊക്കെ പ്രായം കുറവാണ് എനിക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ്? കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കൂടുതൽ വയസ്സായിരിക്കും. വയസ്സായതല്ല, കൂടുതൽ വിവേകിയായിരിക്കും. വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വൈസ്മാൻ. ആ വിസ്റ്റത്തിനോട് ബന്ധപ്പെട്ട വയസ്സായ ആളല്ല കേട്ടോ വൈസ്മാൻ. ഇന്നിപ്പോൾ അങ്ങനെ വയസ്സായ ആളെ ബഹുമാനിക്കുക പറഞ്ഞാൽ വയസ്സായതുകൊണ്ട് ബഹുമാനിക്കുക, അങ്ങനെയാണോ? അല്ല, അത് ഈ വാക്ക് അങ്ങോട്ട് സ്ലിപ്പ് ചെയ്താന്ന് എനിക്ക് തോന്നാറുണ്ട്. വിസ്റ്റം കൂടുതലുണ്ടെന്നല്ല അർത്ഥം. കൂടുതൽ കൊല്ലത്തെ എക്സ്പീരിയൻസ്, കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളെ കൂടുതൽ വിവേകികളായിരിക്കും. ഇപ്പോൾ വിവേകം കുറഞ്ഞ ആൾ വിവേകം കൂടിയ ആളെ ബഹുമാനിക്കണം. അതിനാണ് എഴുന്നേറ്റത് അല്ലേ? ശരിയല്ലേ ഇതൊക്കെ? ആണോ? റൈറ്റ്. അപ്പോൾ ലൈഫ് ഈസ് എക്സ്പീരിയൻസ്. ഓക്കെ. ഇപ്പോൾ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ എക്സ്പീരിയൻസുകളെയും നമുക്ക് ക്ലിയറായിട്ട് വിശദീകരിച്ച് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റാറുണ്ടോ? പറയാറുണ്ടോ? നമുക്ക് ഞാൻ എത്ര നല്ല ആളാണ്, എന്നിട്ട് എന്ത് എനിക്ക് ഇങ്ങനെ? എത്രയോ കല്യാണാലോചന വന്നിട്ട് എന്നിട്ട് ഈ കാലമാടനെയാണല്ലോ എനിക്ക് കിട്ടിയത്. എല്ലാവരും ചിരിക്കുന്നുണ്ട്. So you are all in the wrong track. അപ്പോൾ ജീവിതത്തിലെ എക്സ്പീരിയൻസിനെ പലപ്പോഴും നമുക്ക് ക്ലിയർ കട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല. അതല്ലേ വസ്തുത? അൺഎക്സ്പെക്റ്റഡായിട്ട് സംഭവിക്കണു. ഇപ്പോൾ ജീവിതത്തിനെക്കുറിച്ച് നമുക്ക് കൺഫ്യൂഷനാണ് പലപ്പോഴും. എന്താ ഇങ്ങനെയെന്ന്? ശരിയല്ലേ? അപ്പോൾ ചോദിക്കണേ, എന്താണ് എക്സ്പീരിയൻസിൻ്റെ സയൻസ്? നോക്കാം. ലൈഫ് ഈസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു അല്ലേ? നൗ സീ വാട്ട് ഈസ് എക്സ്പീരിയൻസ്. എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? ചിലർ ചോദിക്കുക എന്താ ലൈഫ്? ലൈഫ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ലൈഫ് തൃശ്ശൂർക്കാരാണ്, കുഴപ്പമില്ല. അപ്പം പിന്നെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുക, എന്ത് കുഴപ്പമില്ലാത്തത്? ഈ ഭാഗത്ത് എന്താ പറയുക? അങ്ങനെ ചോദിച്ചാൽ ഇവിടെ കുഴപ്പമില്ല എന്ന് പറയില്ലേ വേണം അല്ലേ? ഇവിടെയും പറയില്ലേ? തൃശ്ശൂരിൽ നിന്ന് പോയി പഠിച്ചതാണ് നിങ്ങൾ. ഇവിടെ എന്താ പറയുക? എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? സുഖമായി പോകണു. അത് കുറച്ചും കൂടി ബെറ്ററാ. ശരിക്കും സുഖം തന്നെയാണോ നിങ്ങൾക്ക്? അങ്ങനെ ചോദിക്കണം. അപ്പോൾ ചിലർ നല്ല സുഖമാണ്, ചിലർ എന്താ ലൈഫ് ആകെ ദുരിതമാണ് സാറേ.
ആ സ്വാധീനമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികളൊക്കെ പോക്കാം. ഫസ്റ്റ് കാറ്റഗറി ടീച്ചർ ഏതാ? ഏതാ? എന്താ അവർ ചെയ്യുക? കംപ്ലൈൻറ്റ്സ്. ഇംഗ്ലീഷിൽ വേറെ ചൊല്ലുണ്ട്, പുവർ പെർഫോമർ ഓൾവേസ് കംപ്ലൈൻസ് ദ ടൂൾസ്. കുട്ടികളാണ് ടൂൾസ്. ഇവർ പോക്ക. ഒരു അനുഗ്രഹം കൂടി, ഏതെങ്കിലും കാരണവശാൽ അവൻ്റെ ഡെസ്റ്റിനിയോട് നന്നാവാൻ ഉദ്ദേശിക്കുന്ന ഒരു ശാപം കൂടി, നിൻ്റെ കാര്യം പോക്കാണ് അല്ലേ? അപ്പോൾ ചിലർ നല്ല മനോഹരമെന്ന് പറയും, ചിലത് ജീവിതം ദുരിതമെന്ന് പറയും, ചിലത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ഇൻസ്പയറിംഗ് ആണെന്നൊക്കെ പലതരത്തിൽ. ഇതൊക്കെ എന്താണ് ആക്ച്വലി? ഇതൊക്കെ എക്സ്പീരിയൻസസ് ആണ് അല്ലേ? അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? Great definition. Opportunities and challenges. Agreed. You are right. Partially. Unexpected sadness or experience alla. Happenings. Oh, very good. Unexpected happenings. Okay. അപ്പോൾ എങ്ങനെ എക്സ്പീരിയൻസ്? ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ എന്ന് വിചാരിക്കാം, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവോ? എന്തായിരിക്കും നമ്മൾ ഒറ്റയ്ക്ക്, നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് ഈ യൂണിവേഴ്സിൽ എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക? തിങ്ക് ഓഫ് ഇറ്റ്. വിൽ യു ഹാവ് എക്സ്പീരിയൻസ്? ലോൺലിനെസ് ഇസ് അനദർ എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ. എക്സ്പീരിയൻസിന് ഞാനും വേണം, എൻ്റെ ചുറ്റും എന്തെങ്കിലും വേണം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ഐ റിമൂവ് ദ എയർ ഓൾസോ, വാട്ട് വിൽ ഹാപ്പൻ? Remove all the plants. Finally, darkness within darkness within darkness. അതാണ് ഇത്ര ക്രിയേഷന് മുമ്പ് ഉണ്ടായിരുന്നത്. There is no experience except darkness. അപ്പോൾ എക്സ്പീരിയൻസിന് ഞാനും വേണം, എൻ്റെ ചുറ്റും മറ്റുള്ളതും വേണം, മറ്റു മനുഷ്യർ വേണം, പിന്നെയോ അറ്റ്മോസ്ഫിയർ വേണം, ജീവജാലങ്ങൾ വേണം. ദേ ഓൾ ഗിവ് യു എക്സ്പീരിയൻസ്. ഇപ്പോൾ ഈ എക്സ്പീരിയൻസിൻ്റെ സയൻസ് എന്താ? ഞാനും ഉണ്ടാവണം, എൻ്റെ ചുറ്റും ഉണ്ടാവണം. ഞാൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, പിന്നെ ഓൾ അറൗണ്ട് എന്താണ്, എന്താ പറയുക, ഓബ്ജക്റ്റ്. സോ സബ്ജക്റ്റും വേണം, ഓബ്ജക്റ്റും വേണം. എന്തിന്? സബ്ജക്റ്റും ഓബ്ജക്റ്റും കൂടി ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡെഫിനേഷനിൽ ഇറ്റ്സ് എ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. അതാണ് എക്സ്പീരിയൻസ്. ക്ലിയർ ആയില്ലേ? ലൈഫ് ഈസ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? ഇനി ഒരു സബ്ജക്റ്റും ഓബ്ജക്റ്റും കൂടി ഇൻട്രാക്ട് ചെയ്യുന്നു. ആ സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഓബ്ജക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസിനെയൊക്കെ എനിക്ക് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റേണ്ടതല്ലേ? സോഡിയം ഇതിനെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം, ക്ലോറിനെ കുറിച്ച് അറിയാം. അവരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. സോഡിയം ക്ലോറൈഡിനെ കുറിച്ച് നാച്ചുറലായിട്ട് ഞാൻ അറിയേണ്ടതല്ലേ? ആണ്. ലൈഫിൽ നേരത്തെ പറഞ്ഞെന്താ, ലൈഫിൻ്റെ എക്സ്പീരിയൻസിന് മുമ്പിൽ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ടെണ്ണത്തിൽ ഒന്നിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരമില്ലെന്ന്. അതേതാണ്? സബ്ജക്റ്റാണോ ഓബ്ജക്റ്റാണോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദർ ഇസ് എ സബ്ജക്റ്റ്, ഞാൻ, ദർ ഇസ് എൻ ഓബ്ജക്റ്റ് അറൗണ്ട് മീ. ഇൻട്രാക്ട്, ദർ ഇസ് എൻ എക്സ്പീരിയൻസ് ഓർ എക്സ്പീരിയൻസസ്. മൈ ക്വസ്റ്റ്യൻ ഈസ്, സബ്ജക്റ്റിനെ കുറിച്ചും ഓബ്ജക്റ്റിനെ കുറിച്ചും എനിക്ക് പരിപൂർണമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഇൻട്രാക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസിനെ എനിക്ക് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റേണ്ടതല്ലേ? ആണ്. ഇപ്പോൾ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം സബ്ജക്റ്റോ ഓബ്ജക്റ്റോ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരമില്ല, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് വിവരമുള്ളൂ. ഒന്നുകൂടി മയത്തിൽ പിടിക്കാം.
അത് ഏതാണ്? സബ്ജക്റ്റാണോ ഒബ്ജക്റ്റാണോ? ഓബ്ജക്റ്റ് എന്ന അഭിപ്രായമുള്ള ആൾക്കാർ കൈപോക്കാമോ? നാൽപ്പത് പേരിൽ 3 ആളേ ഉള്ളൂ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും സബ്ജക്റ്റാണ് പറയണത്. മാഡം എന്ത് ചെയ്യും? ജനാധിപത്യമല്ലേ, ഭൂരിപക്ഷം വേണ്ടേ? ഈ 3 ആൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സബ്ജക്റ്റാന്നുള്ള അഭിപ്രായക്കാരനല്ലേ? രണ്ടും. ഇനി ഞാൻ വേറെ അതിന് മാറ്റി വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എല്ലാം സബ്ജക്റ്റീവാണോ ഓബ്ജക്റ്റീവാണോ? ഷുവർ മാഡം? ഒബ്ജക്റ്റീവ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. എല്ലാ എഡ്യൂക്കേഷണൽ സിസ്റ്റവും ഒബ്ജക്റ്റീവാണ്. അപ്പോൾ പിന്നെ അറിയാത്ത സാധനം എന്താണ്? അപ്പോൾ എന്താ സംശയമുള്ളതിൽ? അതായത് എല്ലാത്തിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സബ്ജക്റ്റും ഓബ്ജക്റ്റിൽ സബ്ജക്റ്റാണ് ഞാൻ. ആ എന്നെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല. ഇതുകൊണ്ടല്ലേ ഇത് രണ്ടും കൂടി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസിനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. ജീവിതത്തിന് മുമ്പിൽ പകച്ചു നോക്കി നിൽക്കാൻ അല്ലേ? അപ്പോൾ ഇന്നും ലോകം തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയുള്ള 5 ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ഇന്നും കറക്റ്റായിട്ട് ആൻസർ കിട്ടാതെ അതിൽ ഒരെണ്ണതാണ് എന്ത്? ഹൂ ആം ഐ? There are 5 philosophical questions. ഇന്നും ഉണ്ട് അന്നുണ്ട്. ഏതൊക്കെ അറിയാം നിങ്ങൾക്ക്? ഒരെണ്ണം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. എന്താ പറയൂ എന്താ പറഞ്ഞേ? വെരി ഗുഡ്. 2. പിന്നെ 3rd ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻ, രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം. വാട്ട് ബ്ലീപ്പ് ഡു യു നോ? What bleep do you know? What bleep? എന്താ നമുക്കറിയാമെന്ന്. 3. പിന്നെ അതല്ലേ വാട്ട് ഈസ് ആഫ്റ്റർ ഡെത്ത്? സെയിം ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻ. റൈറ്റ്. 4th ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈസ് ഗോഡ് എക്സിസ്റ്റ്? ഡസ് ഗോഡ് എക്സിസ്റ്റ്? ഒരു ക്വസ്റ്റ്യൻ കൂടി. 5 ക്വസ്റ്റ്യനാണ് ഫിലോസഫിയിൽ അൺആൻസേർഡ് ആയിട്ട്. ഇപ്പോഴും അൺആൻസേർഡ് അല്ല, പാർഷ്യലി ആൻസേർഡ്. പീപ്പിൾ ആർ ഡിബേറ്റിംഗ് ഓൺ ഇറ്റ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ AI ഒക്കെ വന്നതിന് ശേഷം കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയി ക്വസ്റ്റ്യൻസ്. കാരണം എന്താ അറിയോ? അത് വാട്ട് ഈസ് ഡസ് ഗോഡ് എക്സിസ്റ്റ്, ഇതൊക്കെ ആ കാറ്റഗറിയിൽ പെടുന്ന. 5ാമത്തെ ക്വസ്റ്റ്യൻ ഈസ് ഓൺ ഗ്ലോബൽ ജസ്റ്റിസ്. ഈസ് ദർ ഗ്ലോബൽ ജസ്റ്റിസ്? ഗ്ലോബൽ ജസ്റ്റിസ്, ഈസ് ഇറ്റ് ദർ? ഗ്ലോബൽ ജസ്റ്റിസ് പോട്ടെ, നമ്മുടെ നാട്ടിൽ ജസ്റ്റിസ് ഉണ്ട്. നമുക്ക് നീതി കിട്ടുമെന്ന് വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റുമെന്ന്? അവിടെ ചെന്നാൽ മതി, നീതി അപ്പെടുത്ത് നിങ്ങളുടെ കയ്യിലത്. ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ കോമൺ സ്വഭാവം എന്താ പറയുക? ഈ 5 ക്വസ്റ്റ്യൻസും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്. മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ് ബേസിക് ക്വസ്റ്റ്യൻസ് മുഴുവൻ. അപ്പോൾ തിങ്ക് ഓവർ ഇറ്റ്, ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച്. ദെൻ യു വിൽ സ്റ്റാർട്ട് ഡെവലപ്പ്. അറ്റ്ലീസ്റ്റ് കുട്ടികളോട് പറയും, ദീസ് ആർ ദ ബേസിക് ക്വസ്റ്റ്യൻസ് ഇൻ ഫിലോസഫി. തിങ്ക് ഓവർ ഇറ്റ്. മോട്ടിവേറ്റ് ദം ടു തിങ്ക്. ഈ എല്ലാ ക്വസ്റ്റ്യനും ഒരേ കോമൺ ഒബ്ജക്റ്റീവ് ഓഫ് കോൺഷ്യസ്നെസ്സാണ്. ഇന്ന് കോൺഷ്യസ്നെസ് സ്റ്റഡീസ് ഏറ്റവും അധികം നടക്കുന്നത്. കാരണം എന്താ? ഈ AI വന്നതിൻ്റെ ശേഷം. ഈസ് ഇറ്റ് AI കോൺഷ്യസ്? ഇപ്പോൾ AIയോട് ചോദിക്കുക, ആർ യു കോൺഷ്യസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നത്? നോ, ഐ ആം നോട്ട് കോൺഷ്യസ്. അതാണ് ആകെ ഒരു സമാധാനം. ബിക്കോസ് ഡിഫറൻസ് മനുഷ്യനും AI തമ്മിൽ എന്താ വ്യത്യാസം? ഐ ആം കോൺഷ്യസ് ബട്ട് ദിസ് ഫെലോ ഈസ് ഇൻ്റലിജൻറ്റ്. ആര്? സോ ആക്ച്വലി വാല്യൂ സിസ്റ്റമുള്ള ആളെന്താ പറയുക? ദിസ് വിൽ മേക്ക് അവർ ലൈഫ് മോർ ഹാപ്പി ആൻഡ് ദിസ് തിങ്. ബട്ട് സ്റ്റിൽ ഹ്യൂമൻ ബീയിങ് ഈസ് ഫാർ അഹെഡ് ഓഫ് ദാറ്റ്. ഇറ്റ്സ് നോട്ട് കോൺഷ്യസ്.
അപ്പോൾ വാട്ട് ഈസ് കോൺഷ്യസ്നെസ്, അതിനെക്കുറിച്ച് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്താ, വാട്ട് ഈസ് ലൈഫ്, ലൈഫ് ഈസ് എക്സ്പീരിയൻസ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ത്, ഹു ആം ഐ. സബ്ജക്റ്റിനെ കുറിച്ചാണ് നമുക്കറിയാത്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്ട്രെസ്സിനും മിസറീസിനും കാരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതാൻ പോകും, 1000 പേജുള്ള പുസ്തകം പഠിക്കണം, അതാണ് പഠിച്ച് എഴുതേണ്ടതെന്ന് പറഞ്ഞത്. 500 പേജ് പഠിച്ചപ്പോഴേക്കും സമയം കഴിഞ്ഞു. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയുടെ ഉള്ളിൽ എന്തായിരിക്കും ഫീലിംഗ്? എല്ലാ ക്വസ്റ്റ്യൻസും ബാക്കി 500 പേജിൽ നിന്ന് വരാലോ വേണമെങ്കിൽ. ഇപ്പോൾ പിന്നെ ഡെമോക്രസി ചെയ്ത കാരണം കൊണ്ട് ഓരോ പേജിൽ നിന്ന് ഇത്ര ചോദിക്കണമെന്ന് റൂളുണ്ട്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നോ? എല്ലാ ക്വസ്റ്റ്യൻസും അവസാനത്ത് ചോദിച്ചു വിടുക വേണമെങ്കിൽ. ഇപ്പോൾ അതുണ്ടോ? ഇപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രിയിൽ അതില്ല എന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ ലാസ്റ്റ് 50 പേജസ് നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചാലോ കുട്ടി 300 പേജ് 250 പേജ് വായിച്ചപ്പോഴേക്കും മതിയായി, നിർത്തി. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? ലാസ്റ്റ് ലാപ്പിൽ നിന്നാണ് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 1000 പേജുള്ള ഒരു പുസ്തകം പഠിക്കുക, 500 പേജ് പഠിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയുടെ ആങ്സൈറ്റി എന്തായിരിക്കും? നേരെ മറിച്ച് 1000 പേജും പഠിച്ചിട്ടാണ് പരീക്ഷയെക്കുറിച്ച് എന്തെങ്കിലും ആങ്സൈറ്റി ഉണ്ടാവുമോ? ഇതാണ് ജീവിതത്തിനെ കുറിച്ചുള്ള ആങ്സൈറ്റി. എന്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ? എന്താ? സബ്ജക്റ്റും ഓബ്ജക്റ്റും കൂടി ഇൻട്രാക്ട് ചെയ്യണം. എനിക്ക് ഓബ്ജക്ട്സിനെ കുറിച്ച് പല കാര്യങ്ങളും അറിയാം. ചുറ്റും മരങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, മറ്റു മനുഷ്യരെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഗാലക്സികളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല വിവരം, എയെക്കുറിച്ചൊക്കെ എനിക്കറിയാം. വാട്ട് ബ്ലീപ്പ് ഡു യു നോ അബൌട്ട് യുവർ സെൽഫ്? അതാണ് ഞാൻ ഇത് പറഞ്ഞത്. വാട്ട് ബ്ലീപ്പ് ഡു യു നോ എന്ന് വെച്ചാൽ മൈ നോളജ് അബൌട്ട് മൈസെൽഫ് ഈസ് നത്തിങ്. സോ സെൽഫ് നോളജ്, നമ്മൾ ഹൂ ആം ഐ പാർഷ്യലി നമുക്ക് വെൻ യു ആർ ഏബിൾ ടു ലുക്ക് വിത്തിൻ യു, ഇതിന് സൊല്യൂഷനായി. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് റിവേഴ്സ് ചെയ്യാം സബ്ജക്റ്റിലേക്ക്. ഓബ്ജക്റ്റീവാണ് എല്ലാ എഡ്യൂക്കേഷനും. നമുക്ക് ഏതിൽ വേണമെങ്കിൽ പഠിച്ച് എത്ര വേണമെങ്കിൽ ബിരുദം നേടാം, ബിരുദാനന്തര ബിരുദം നേടാം, സ്പെഷ്യലിസ്റ്റ് ആവാം. ഇന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ പ്രത്യേകത എന്താണ്? ലെഫ്റ്റ് റെസ്പിറേറ്ററി, റൈറ്റ് റെസ്പിറേറ്ററി 2 സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് നോക്കുമ്പോൾ ലെഫ്റ്റ് റെസ്പിറേറ്ററിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ കണ്ട പ്രോബ്ലം റൈറ്റ് റെസ്പിറേറ്ററിയിൽ. അപ്പോൾ ഇത് അപ്പുറത്ത് കൊണ്ട് കാണിച്ചോളൂ. റൈറ്റ് റെസ്പിറേറ്ററി സ്പെഷ്യലിസ്റ്റ് അത് നോക്കേണ്ട ആൾ. പാവ പേഷ്യൻ്റ് പറയും റൈറ്റ് ആയാലും ലെഫ്റ്റ് ആയാലും ഐ എം എ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞിട്ട് അയാൾ മേലേക്ക് നോക്കുക. സോ യു ആർ നോട്ട് സീയിങ് ഇറ്റ് ആസ് എ ഹോൾ, അല്ലേ? സൂപ്പർ സ്പെഷ്യലൈസേഷൻ്റെ അപകടം അത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. ഇനി റിവേഴ്സ് ഇറ്റ് ബാക്ക്. ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹു ആം ഐ? എന്തൊക്കെ റിസോഴ്സസാണ് നമുക്കുള്ളത്? എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് ഇതിലേക്ക് വന്നത്. എക്സ്പീരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെ ഫാക്കൽറ്റീസ് എന്ന് നോക്കാം. നൗ റിവേഴ്സ് ബാക്ക്. നമ്മൾ ക്യാമറ തിരിച്ച് നമ്മളിലേക്ക് തന്നെ പിടിക്കുക. ഒബ്ജക്റ്റീവാണ് വേൾഡ്, ഒബ്ജക്റ്റീവാണ് എഡ്യൂക്കേഷൻ, എല്ലാം നമ്മൾ പറഞ്ഞു തരും. എന്നെക്കുറിച്ചുള്ള അറിവ് എന്താണ് എനിക്ക്? ഇപ്പോൾ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന 2 സാധനങ്ങളിൽ 50%നെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്ന വാസ്തവത്തിൽ? ജീവിതത്തെക്കുറിച്ച് പൊതുവെ നമ്മൾ അജ്ഞരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയൊരു സംഭവം വരുമ്പോഴേക്കും നമ്മൾ ആകെ തകർന്ന് തരിപ്പണമാവണം. ജീവിതത്തിലെ എക്സ്പീരിയൻസിനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ റിസോഴ്സ് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ്? സിമ്പിളായിട്ട് ആലോചിക്കും. നോ പ്രോബ്ലം, ഇവിടെ നിന്നോളൂ. എന്തൊക്കെ എനിക്കുള്ളത്? നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കും. ഐ ഹാവ് എ ബോഡി. ബോഡി, അതിൽ നമ്മൾ ആദ്യം കാണുന്നത്, അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ? അതല്ലേ? അതാണോ ബെസ്റ്റ് ഇംപ്രഷൻ? അങ്ങനെ അബദ്ധം പറ്റിയവരെ നിങ്ങൾ പലരും ഫസ്റ്റ് ഇംപ്രഷനിൽ, അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ വേഴ്സ്റ്റ് ഇംപ്രഷൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ തന്നെയാണ് അതിന് തെളിവ്, അല്ലേ? ഒരാളെ നമ്മൾ കണ്ടു, അയാളുടെ മനസ്സ് കാണും. നമുക്കൊരു സുഹൃത്തുണ്ട്, അയാളുടെ രൂപം നമുക്ക് വലിയ പ്രശ്നമാണോ?
ആണോ? അപ്പോൾ നമ്മൾ ഒരാളെ പാർട്ട്ണറായിട്ട് എടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് അതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കാണാൻ അമിതാഭ് ബച്ചന്മാരെ ഉണ്ടാവും, സ്വഭാവം ശകുനിമാമേ. അത് ശകുനിമാമയെന്ന് പിന്നെ മനസ്സിലായത് ഇൻട്രാക്ഷന് ശേഷം സബ്ജക്റ്റും ഓബ്ജക്റ്റും കൂടി ഇൻട്രാക്ട് ചെയ്തപ്പോഴാണ് ഇത് പിടികിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ബോഡിയാണ് അല്ലേ? ബോഡിയെ നമ്മൾ കാണും, സെൻസ് ഓർഗൻസ് ഓഫ് കോഴ്സ് എല്ലാം, വാട്ട് എവർ ഈസ് ദർ ഫസ്റ്റ്. പിന്നെ അതാണ് ഗോ ഡീപ്പർ, മൈൻഡ്. കാണാൻ പറ്റുമോ? എത്ര എളുപ്പമായിരുന്നു അല്ലേ? ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യയ്ക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ തിരിച്ചായാലും എത്ര മനോഹരമാകുമായിരുന്നു ഈ ലോകം. അപ്പോൾ മനസ്സ് എങ്ങനെ നമ്മളറിയാം? തോട്ട്സിൻ്റെ ഫ്ലോ ആയിട്ട് അല്ലേ? റൈറ്റ്. ഇപ്പോൾ സൂക്ഷ്മമാണ്, ശരീരത്തിനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്, സട്ടിലാണ്. തോട്ട്സിൻ്റെ ഫ്ലോ ആയിട്ട് ഞാൻ അതിനെ അറിയുന്നു ഉണ്ടെന്ന്. എങ്ങനെ പറയും? മനസ്സുണ്ടെന്ന് എങ്ങനെ പറയും? ഒന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇപ്പോൾ കാണാത്ത പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ബിക്കോസ് തോട്ട്സിൻ്റെ ഫ്ലോ ആയിട്ട് ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എ ബോഡി, ദർ ഇസ് എ മൈൻഡ്. ബോഡിയാണോ മൈൻഡാണോ ഇമ്പോർട്ടൻറ്റ് റിലേറ്റീവ്ലി? ഓഫ് കോഴ്സ് സൂക്ഷ്മമാവും തോറും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നു അല്ലേ? സൂക്ഷ്മമാവും തോറും ഇമ്പോർട്ടൻസ് കൂടുന്നു. ഇപ്പോൾ ബോഡി ഉണ്ട്, മൈൻഡ് ഉണ്ട്, പിന്നെന്താ ഉള്ളത് നമുക്ക്? എന്താ സാധനം? ഓക്കെ. ഇപ്പോൾ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും പല അർത്ഥം കിട്ടുക അല്ലേ? നേരെ മറിച്ച് എനിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാലോ? ഇല്ലേ? ഇല്ലേ? സോൾ എന്ന് പറഞ്ഞത് കറക്റ്റാണ്, പക്ഷേ സോൾ എന്ന് പറയുന്നത് റിലീജിയസ് ലാംഗ്വേജ് ആയി മാറി. ജീവൻ, ലൈഫ് ഫോഴ്സ് അല്ലേ? നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ കൂടെ വരുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് എന്താ ചെയ്യുക? കരഞ്ഞില്ലെങ്കിലോ? ഡോക്ടർമാർ തല തിരിച്ചു പിടിച്ച് അടിക്കും. എന്നിട്ടും കരഞ്ഞില്ലെങ്കിലോ? ഡോക്ടർ പറ്റാവുന്നൊക്കെ ചെയ്തു, കുട്ടി കരയണില്ല. അപ്പോൾ എന്താ ചെയ്യുക? ചുറ്റുമുള്ള എല്ലാവരും കരയും അല്ലേ? കാരണം എന്താ? ആ ലൈഫ് ഫോഴ്സ് അതിൻ്റെ കൂടെ വന്നിട്ടില്ല അല്ലേ? ആ ലൈഫ് ഫോഴ്സാണ് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ആ ലൈഫ് ഫോഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ലൈഫ് ഫോഴ്സ് നമ്മൾ അറിയണത് എങ്ങനെയാണ്? ഒരു ഓർഗൻ ഉണ്ട് നമ്മുടെ ഉള്ളിൽ, അതുകൊണ്ടാണ് അത് അറിയണത്. ഏതാ അത്? മരണം വരെ അതിങ്ങനെ ഹാർട്ട്. അതുകൊണ്ടാണ് എല്ലാ റിലീജിയനും പറഞ്ഞു ഹാർട്ട് ഈസ് ദ സീറ്റ് ഓഫ് ഡിവിനിറ്റി എന്ന്. വേർ ഈസ് ഗോഡ് എന്നുള്ള ചോദ്യത്തിന് എല്ലാ റിലീജിയനും ഒറ്റ ആൻസറാണ്. എന്താണ്? എവിടെയാ? ഹാർട്ടിൽ. അത് ഈ ലൈഫ് ഫോഴ്സാണ്. ലൈഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. ഗോഡ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ് എന്ന് പറയാൻ വേണ്ടി. ഡു യു ബിലീവ് ഇൻ യുവർ ലൈഫ് ഫോഴ്സ്? നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിലനിൽക്കുന്നില്ല എന്നർത്ഥം അല്ലേ? ഐ ഡോണ്ട് ഹാവ് ലൈഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ന് ഇനി നിങ്ങളായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് യു ആർ ഓൾറെഡി ഡെഡ് എന്നല്ലേ പറയണേ. സോ യു ക്യാൻ നെവർ ഡിനൈ യുവർ സെൽഫ് അല്ലേ? അപ്പോൾ ദർ ഇസ് എ ബോഡി, മൈൻഡ്, പിന്നെ ദിസ് ലൈഫ് ഫോഴ്സ്, പിന്നെ സോൾ എന്ന് വിളിക്കാം, ആത്മൻ എന്ന് വിളിക്കാം, ഹാർട്ട് എന്ന് വിളിക്കാം. സേക്രഡ് ഹാർട്ട് എന്നാണ് ക്രിസ്ത്യാനിറ്റിയിൽ അതിന് പറയും. ഇത് മൂന്നാളുള്ളത്. അപ്പോൾ ഒരു ലേമൻസ് ലാംഗ്വേജിലെടുത്താൽ നമുക്ക് പ്രധാനമായിട്ട് 3 ഫാക്കൽറ്റീസാണ് ഉള്ളത്. എന്തൊക്കെയാ? ബോഡി, മൈൻഡ്, ഹാർട്ട്. അങ്ങനെ എടുക്കാം. കോമൺ ലാംഗ്വേജിൽ ഹാർട്ട് ഉള്ളതിന് പകരം നമുക്ക് ലൈഫ് ഫോഴ്സ് എന്ന് പറയാം, ആത്മൻ എന്ന് പറയാം, സേക്രഡ് ഹാർട്ട് എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. റൈറ്റ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ മൈൻഡിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഏതാണ്? അപ്പോൾ ഇതിൽ ലൈഫ് ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ മൈൻഡ് ഉണ്ടാവുള്ളൂ അല്ലേ? മരിച്ചു കിടക്കുന്ന ആളോട് നമ്മൾ എത്ര വേണമെങ്കിൽ അയാളെ ചീത്ത പറയാം, അയാൾ റെസ്പോണ്ട് ചെയ്യുമോ? എന്താ കാരണം? there is no mind to respond.
ഇപ്പോൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, റെസ്പോൺസിനുള്ളൊരു സാധനമാണ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഫാക്കൽറ്റീസ് എന്തൊക്കെയാണ്. നമ്മൾ ഫിലോസഫിക്കലായിട്ടാണ് പോകുന്നത്, സിമ്പിൾ അല്ല പോകുന്നത്. സിമ്പിളായിട്ട് ആലോചിക്കുക. എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു ഹൃദയമുണ്ട്, അതായത് ലൈഫ് ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സോളുണ്ട്, ആത്മനുണ്ട്, വാട്ട് എവർ യു കോൾ. നിങ്ങളുടെ റിലീജിയൻ അനുസരിച്ച് ഓരോ പേരിട്ട് വിളിക്കാം. ഓരോ പേരിട്ട് വിളിച്ചാൽ അത് ആൾ മാറിപ്പോവാം. ഇപ്പോൾ എൻ്റെ പേര് മോഹൻ എന്നാണ്, എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അശോകൻ നായർ എന്ന് പേരിട്ടു എനിക്ക്, അതുകൊണ്ട് ഞാൻ മാറുമോ? അതുപോലെയാണ് റിലീജിയസ് ഗോഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കേണ്ട അങ്ങനെ ഡിഫറെൻറ്റ് റിലീജിയസ് ഗോഡ്സ് ഉണ്ടെന്ന് ഉണ്ടോ? പക്ഷേ അവസാനം പറയാം എൻ്റെ ഈശ്വരൻ നിങ്ങളുടെ ഈശ്വരനെ കുറച്ച് ബെറ്ററായിട്ട് എന്ന് പറയുന്നത് അർത്ഥം ഈ കോൺട്രഡിക്റ്റിങ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് കോൺട്രഡിക്റ്റ് ചെയ്യാറുണ്ടാവുന്നത്. അതുകൊണ്ടാണ് റിലീജിയൻ ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് റിലീജിയനായാലും മറ്റു റിലീജിയന് ഒരു ഭീഷണിയുണ്ട്. ബട്ട് ആക്ച്വൽ ലൈഫ് ഫോഴ്സ് എന്താണ്? ഇറ്റ്സ് എ സെയിം ഫോർ ഓൾ. അപ്പോൾ മൈൻഡിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് ഫോഴ്സ്. ഇനി ഇതാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. നമ്മൾ എന്തിനാ ശ്രമിക്കുന്നത്? നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാൻ നോക്കുകയാണ്. സബ്ജക്റ്റീവ് നോളജിനാണ് നമ്മൾ പോകുന്നത്. കാരണം എന്താ? സബ്ജക്റ്റിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് സബ്ജക്റ്റീവ് ഓബ്ജക്റ്റീവ് ഇൻട്രാക്ഷനിലുള്ള എക്സ്പീരിയൻസിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ ജീവിതത്തിനെ കുറിച്ച് അന്താളിച്ച് നിൽക്കാൻ കാരണം അതുകൊണ്ടാണ് നമ്മളിതിന് മെനക്കെടുന്നത്. മനസ്സിലായോ? ഇനി ഇപ്പോൾ ബോഡി ഉണ്ട്, മൈൻഡ് ഉണ്ട്, സോളുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും കോൺഫിഗറേഷൻ നോക്ക്. ഇതിൽ നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന സാധനം എന്താണ്? ബോഡി വല്ല കുഴപ്പമുണ്ടാക്കുമോ നമുക്ക്? സോള് വല്ല കുഴപ്പമുണ്ടാക്കുമോ? നമ്മളെ കുഴപ്പമുണ്ടാക്കുന്ന ആളാരാ? തോട്ട് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ്. മൈൻഡിന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് തോട്ട്സ് അല്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രവർത്തിച്ച് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്ന ഏരിയ ഏതാണ്? ഈ മൂന്നെണ്ണത്തിൽ. ബോഡി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റൂൾസ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ 6 അടി ഉയരമുള്ള ആളാണെങ്കിൽ 8 അടി ആക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളെ മുടി കറുത്തിട്ടല്ല വെളുത്തിട്ടാണ്, കറുപ്പിക്കാൻ പറ്റും. പക്ഷേ കണ്ണിൻ്റെ കളറ് മാറ്റാൻ പറ്റുമോ? ലെൻസ് വയ്ക്കാം. പക്ഷേ ബോഡിയിൽ കാര്യമായിട്ട് ചേഞ്ചസ് നമുക്കൊന്നും വരുത്താനില്ല ശരിക്കും. ആ ഫസ്റ്റ് ഇമ്പ്രഷൻ കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ സഹിക്കുന്നത്. അത് മറന്നുപോയി അതിൻ്റെ ഇടയ്ക്ക്. എന്നിട്ടും അത് മോഡിഫൈ ചെയ്യാൻ നോക്കുക അല്ലേ? യു ഓൾറെഡി ഫെയിൽഡ് ഒരിക്കലെടുത്ത തീരുമാനത്തിൽ. എന്നിട്ടും സ്റ്റിൽ യു ആർ ട്രൈങ് ടു മോഡിഫൈ ബോഡി അല്ലേ? എത്ര ഫൂളിഷാണ് മനുഷ്യൻ്റെ ഇൻട്രാക്ഷൻ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ശരീരത്തിൽ നമുക്ക് കാര്യമായിട്ട് ചേഞ്ചൊന്നും വേണ്ട. പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂട്രീഷനുള്ള ഫുഡും മിനിമം എക്സസൈസും ഉണ്ടായാൽ ബോഡി ഈസ് ഓൾ റൈറ്റ് എല്ലാവരുടെയും. പിന്നെ സോളിന് വല്ല മാറ്റം വരുത്തണോ? എന്താ കാരണം? ഒരു ഡിവൈൻ സ്പാർക്കാണത്, ഡിവിനിറ്റിയാണത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അത് അവിടെ ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് അത്ഭുതം തോന്നും. ഈ ലൈഫ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഹമ്പിളാവും അതിൻ്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ. അവിടെ നമുക്ക് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാനില്ല. ഇറ്റ് ഈസ് ഡിവൈൻ, പാർട്ട് ഓഫ് ഡിവൈൻ ഗോഡ്. അതാണ് ലൈഫ് ഫോഴ്സ്. നമുക്ക് വർക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ ഏതാണ്? മൈൻഡ്. നൗ കം ടു മൈൻഡ്. മൈൻഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇടപെട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന ഏരിയകളിൽ നമ്മൾ മാറ്റം വരുത്തണം. നമുക്ക് ഇടപെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഏരിയയെക്കുറിച്ച് കംപ്ലീറ്റായിട്ട് വിട്ടുകളയണം. അതാണ് വിവേകം. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ പ്ലീസ് ആക്സെപ്റ്റ് ഇറ്റ്. അതിനെക്കുറിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഹാപ്പിലി ആക്സെപ്റ്റ് ഇറ്റ്. ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഇൻ്റർഫിയർ ചെയ്ത് ചേഞ്ച് ചെയ്യണം. അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ തിരിച്ചാൽ ചെയ്യുക. മാറ്റാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വേവലാതിക്കും. എന്തൊരു മഴയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്തൊരു വെയിലാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ വിവേകത്തിൻ്റെ സിമ്പിൾ ഫോർമുലയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം. മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് കംപ്ലീറ്റായിട്ട് മറന്ന് ആക്സെപ്റ്റ് ചെയ്യാതെ. യു കനോട്ട് ചേഞ്ച് യുവർ ഹസ്ബൻഡ്, ആക്സെപ്റ്റ് ഹിം. ലൈഫ് ലോങ്ങിൽ ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടരുന്നു. എല്ലാ വിപുല ശ്രമങ്ങളിലും നമ്മൾ പരാജയപ്പെടും അല്ലേ?
ആക്സെപ്റ്റ് ചെയ്താൽ പ്രശ്നം തീർന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൈൻഡിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്നുള്ളത്. എൻ്റെ തോട്ട്സിനെ എനിക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ വിൽ കം ടു ദ മൈൻഡ്. എന്താണ് മൈൻഡ് എന്ന് പറഞ്ഞാൽ? ഫ്ലോ ഓഫ് തോട്ട്സ്. ഒരാളുടെ ഉള്ളിൽ കൂടെ ഒരു ദിവസം എത്ര തോട്ട്സ് കടന്നു പോകണ്ടാവും? അയ്യോ എന്ന് പറയില്ലേ? എത്ര തോട്ട്സ് കടന്നു പോകണ്ടാവും? സൈക്കോളജിസ്റ്റുകൾ പറയും 9,000 തോട്ട്സാണ് ഒരാളുടെ ഉള്ളിൽ കൂടെ ഒരു ദിവസം കടന്നു പോകുന്നത്. മിനിമം 9,000 തോട്ട്സ്. ഇപ്പോൾ നിങ്ങളിവിടെ 40 പേരുണ്ട്. നിങ്ങളുടെ പ്രിൻസിപ്പൾ ഷാജി സാറ് വന്നിട്ട് പറയാണ് ഇതിൻ്റെ ഉള്ളിൽ 400 ആളെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന്. ഇന്ന് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ പ്രിൻസിപ്പളാണ്, നിങ്ങൾ 400 പേരെ അക്കോമഡേറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? ദർ വിൽ ബി എ വാഗൺ ട്രാജഡി അല്ലേ? കേട്ടിട്ടില്ലേ വാഗൺ ട്രാജഡിയെ കുറിച്ച്? നിങ്ങൾ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരു ട്രെയിനിൽ ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോയത് ബ്രിട്ടീഷുകാർ കാലത്ത്. അവിടെ എത്തുമ്പോഴേക്കും 90% ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി എന്താ? 9,000 തോട്ട്സ് ഡെയിലി അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ വാഗൺ എന്ത് സംഭവിച്ചു? ട്രാജഡി. ദിസ് വാഗൺ ഇസ് ടോട്ടലി ട്രാജഡിയാണ് അല്ലേ? 9,000 തോട്ട്സ്. ഇനി സൈക്കോളജിസ്റ്റ് പറയുന്നു എന്ത് ഇങ്ങനെ കാണിക്കാൻ? ശരി എന്നല്ലേ? അങ്ങനെ അങ്ങോട്ട് ആലോചിച്ചിട്ടില്ല ഞാനോട്. അങ്ങനെ അങ്ങോട്ട് ആലോചിക്കാത്തതുകൊണ്ടാണ് സാറെ ജീവിച്ചു പോകണം. ആലോചിച്ചതിന് യാതൊരു അറ്റവുമില്ലല്ലോ. അപ്പോൾ ഈ 9,000 തോട്ട്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് അതിൽ 95% തോട്ട്സും റിപ്പീറ്റഡ് തോട്ട്സാണ് ആൻഡ് യൂസ്ലെസ്. സോ റിപ്പീറ്റഡ് തോട്ട്സും യൂസ്ലെസ് തോട്ട്സുമാണ് 95%. ബാക്കി 5%ആണ് നമുക്ക് ഉപയോഗമുള്ളതുള്ളൂ. നമ്മുടെ സ്ഥിതി എന്താ? പക്ഷേ ഈ 9,000 തോട്ട്സും ഇങ്ങനെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ എഫിഷ്യൻസിക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ കൂടുകയോ കുറയോ? ഇപ്പോൾ തോട്ട്സിൻ്റെ എണ്ണം കുറച്ചാൽ നമ്മുടെ എഫിഷ്യൻസി കൂടുകയോ കുറയോ? ഉറപ്പല്ലേ? സമ്മതിച്ചു. റൈറ്റ്. ഇനി ഈ തോട്ട്സിൻ്റെ സ്വഭാവം നോക്കാം. ഏത് തരത്തിലുള്ള തോട്ട്സാണ് ഇത് കൂടെ കടന്നു പോകുന്നത്? പ്രധാനമായിട്ടും 3 കാറ്റഗറി ഓഫ് തോട്ട്സ് ഉണ്ടാവും. എന്തൊക്കെയത്? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ആലോചിക്കും, അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ആ ഒരു നിമിഷത്തിനെ ഞാൻ ഇപ്പോൾ ശപിക്കുകയാണ് ആ തീരുമാനം എടുത്തത്. ഏത് ടൈപ്പ് ഓഫ് തോട്ട്സാണ് അത്? ഭൂതകാലത്തിനെ കുറിച്ചുള്ള തോട്ട്സ്, പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു സെറ്റ് ഓഫ് തോട്ട്സ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. അതെന്ത് ഫീലിംഗാണ് നമുക്ക് ഉണ്ടാക്കുക? ഡിപ്രസ്ഡ് ആവും നമ്മൾ അല്ലേ? ഇപ്പോൾ 1 സെറ്റ് ഓഫ് തോട്ട്സ് പാസ്റ്റിനെ കുറിച്ചാണ്, ദാറ്റ് ഈസ് ഡിപ്രസിങ്. ഭൂതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നമ്മളെ പേടിപ്പിക്കുന്നതെന്നാണ്. ഇപ്പം ഭൂതകാലത്തിനെ കുറിച്ചുള്ള ഒരു സെറ്റ് ഓഫ് തോട്ട്സ്. അപ്പോൾ അടുത്ത സെറ്റ് എന്തായിരിക്കും? എന്തായിരിക്കും നമ്മുടെയൊക്കെ ഭാവി? ഇവിടെയാണെങ്കിൽ ഇൻക്രിമെൻറ്റും ഇല്ല, ഒന്നുമില്ല. ഈ നിലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഏത് ലോകത്തിലേക്കാണ് നമ്മൾ ഇവരെ അയക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് തോട്ട്സ്? ഫ്യൂച്ചർ തോട്ട്സ്. എന്ത് ഫീലിംഗാണ് നമ്മൾ ഉണ്ടാക്കുക? ആങ്സൈറ്റി. ഇപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഡിപ്രഷനും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് സൈക്കോളജിയിൽ ട്രീറ്റ് ചെയ്യുന്ന 2 മഹത്തായ സൂക്കേടുകളത്. ഏത്? ഡിപ്രഷനും ആങ്സൈറ്റി. ചിലപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് സ്വിങ് ചെയ്യും. ഒരു എന്താ പറയുക, ഒരു മര്യാദ വേണ്ടേച്ച് ആങ്സൈറ്റി കുറച്ച് ഡിപ്രഷനും കുറച്ച് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അനദർ സെറ്റ് ഓഫ് തോട്ട്സ്. അപ്പോൾ മൂന്നാമത്തെ സെറ്റ് ഓഫ് തോട്ട്സ് എന്തായിരിക്കും? അപൂർവമായിട്ട് വല്ലപ്പോഴൊക്കെ പ്രസൻറ്റിനെ കുറിച്ചുള്ള തോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ തോട്ട്സ് എവിടെയാണ്? യു ആർ ഹിയർ. ഐ ആം വെരി ഹാപ്പി. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ അവിടെ പ്രസൻ്റ് ആണോ എന്ന്.
then you are efficient. You are an inspiring teacher. Think over it. അപ്പോൾ പ്രസൻറ്റിനെ കുറിച്ചുള്ള തോട്ട്സ് ഇപ്പോൾ ഇവിടെ ഹിയർ ആൻഡ് നൗ. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് കേൾക്കുക, ഇതെന്താണെന്ന് അറിഞ്ഞിട്ട് വേറെ കാര്യം. മനസ്സ് അപ്പോൾ പ്രസൻറ്റിലേക്ക് പോകും അല്ലേ? ആ സമയം ഇതെന്താ, ഇത് എത്ര ക്ലാസ് നമ്മൾ എത്ര ഓറിയൻറ്റേഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, വല്ല കാര്യമുണ്ടാവും. ഇൻക്രിമെൻറ്റിനെ കുറിച്ച് സംസാരിക്കും അതെ. പ്രസൻറ്റ്. ഇനി ഇതിൽ ഏത് തോട്ട്സാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്? എല്ലാ ചാലഞ്ചസും നമ്മൾ നേരിടുന്നത് എവിടെയാണ്? പ്രസൻറ്റ്. മറ്റേ സെറ്റ് ഓഫ് തോട്ട്സൊക്കെയോ? അതുകൊണ്ട് നമ്മുടെ എഫിഷ്യൻസി കുറയണം അല്ലേ? അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? തോട്ട്സിനെ പ്രസൻറ്റിലുണ്ടാവണം, നമ്മുടെ എഫിഷ്യൻസി കൂടും. ശരിയല്ലേ? മൈൻഡ് പ്രസൻറ്റിലാണ്, അതിനെ പറയാം പ്രസൻസ് ഓഫ് മൈൻഡ്. കുട്ടികളെ നിങ്ങൾ പേര് വിളിക്കുമ്പോൾ പറയില്ലേ പ്രസൻറ്റ് മാഡം, പറയില്ലേ പ്രസൻറ്റ് സാർ? രണ്ടാമത് ചോദിക്കണം, ആർ യു റിയലി പ്രസൻറ്റ് ഹിയർ? ടീച്ചർ പ്രസൻ്റ് ആണോ അവിടെ? കുട്ടികൾക്ക് അത് ചോദിക്കാനുള്ള ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ പ്രസൻറ്റ് ആണ് നമുക്ക് യൂസ്. പ്രസൻറ്റ് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സാന്നിധ്യം അല്ലേ? പ്രസൻ്റ് ആവുക. വേറെ അർത്ഥം കൂടിയുണ്ട് പ്രസൻറ്റിന്. എന്താ? ഗിഫ്റ്റ്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ഡെവറ കൊണ്ട് കൊടുക്കില്ല, അതിന് പ്രസൻറ്റ് എന്നല്ല പറയാ. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്ന് അർത്ഥമുണ്ട്. എന്തുകൊണ്ട് ഈ ഗിഫ്റ്റിനും വർത്തമാനകാലത്തിനും ഒരേ വാക്ക് വന്നത്? പ്രസൻറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. Therefore it is called present. Present is a gift. Therefore it is called present. അല്ലേ? ഇപ്പം മൈൻഡ് പ്രസൻറ്റിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എഫിഷ്യൻ്റാണ്. പാസ്റ്റിലും ഫ്യൂച്ചറിലാണെങ്കിലോ പ്രസൻസ് ഇല്ല, യു ആർ ഇൻഎഫിഷ്യൻറ്റ്. ഈശ്വരൻ്റെ പ്രസൻസിന് എന്താ പറയുക നമ്മൾ? പ്രസൻസ് എന്ന് പറയുക, അതോ ഭൂതം ഭാവി എന്ന് പറയുക? ഈശ്വരഭൂതം എന്ന് പറയുക. ഈശ്വരഭാവി എന്താ പറയുക നമ്മൾ? ഈശ്വര സാന്നിധ്യം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ? ഈശ്വര സാന്നിധ്യം എന്നല്ലേ നമ്മൾ പറയാം. അതായത് പ്രസൻ്റാണത്. പെർമനൻറ്റ് പ്രസൻസിനെയാണ് ഡിവൈൻ എന്ന് പറയുന്നത്. പെർമനൻറ്റ് പ്രസൻസ് അല്ലേ? എപ്പോഴെങ്കിലും ഇല്ലാണ്ടാവോ? അപ്പോൾ അത് പ്രസൻസ് അല്ല, അതിനാണ് ഡിവിനിറ്റി എന്ന് പറയുന്നത്. പെർമനൻറ്റ് പ്രസൻസ്. ഈ ഫ്യൂച്ചറും പാസ്റ്റും ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന കാലങ്ങളാണോ? ഇംഗ്ലീഷ് ടീച്ചർമാർ ചെറുപ്പം മുതലേ കുട്ടികളെ പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഒക്കെ പഠിച്ചിട്ട് കുട്ടികളുടെയും ടീച്ചർ വിചാരം ഇത് മൂന്നും നിലനിൽക്കണമെന്ന്. അങ്ങനെയാണ് വശായിന്ന് വിശ്വസിച്ചിട്ട്. ഒരു കാലം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഏതാത്? പ്രസൻറ്റ്. മറ്റു രണ്ടും നിലനിൽക്കുന്നില്ല. നിലനിൽക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഡിപ്രഷനും ആങ്സൈറ്റി ഉണ്ടാവുന്നത്. അതായത് ഇല്ലാത്തതാണ്, മായ എന്നർത്ഥം. ഇപ്പം ഞാൻ ഇതിനെ പറയുന്നത് ഇത്രമാത്രം നീഡ് ടു ബി പ്രസൻറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ മനസ്സിനെ എങ്ങനെ പ്രസൻസിൽ നിർത്താം? നമ്മളൊക്കെ മുമ്പുള്ള ദീക്ഷണാശാലികളായിട്ടുള്ള ഫിലോസഫേഴ്സൊക്കെ ആലോചിച്ചിരുന്നത് എങ്ങനെ മനസ്സിനെ പ്രസൻറ്റിൽ പെർമനൻ്റായിട്ട് നിർത്താം. അപ്പോൾ അവരാലോചിച്ചു, നമ്മുടെ ശരീരത്തിൽ പെർമനൻ്റായിട്ട് പ്രസൻ്റായിട്ടുള്ള ഏതെങ്കിലും ഓർഗൻ ഉണ്ടാവും. നമ്മൾ സംസാരിച്ചത് നേരത്തെ ആയിരുന്നു. പെർമനൻ്റായിട്ട് പ്രസൻ്റായിട്ടുള്ള ഓർഗൻ വല്ലതും ഉണ്ടോ? എന്താ അത്ര സംശയത്തിന്? ഹാർട്ടിലല്ലേ ഡിവൈൻ പ്രസൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? എല്ലാ റിലീജിയനും പറയണു ഹൃദയത്തിലാണ് ഡിവൈൻ പ്രസൻസ് എന്നല്ലേ. ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പറയണ്ട അതിനെ ഇല്ല. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ലാപ്ടോപ്പ് നടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഉറങ്ങുകയെന്ന് വിചാരിക്കാം.
നമ്മൾ രാത്രി നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങി. ആദ്യം ശരീരം ഉറങ്ങി, അനങ്ങുന്നില്ല. മനസ്സോ? മനസ്സും ഉറങ്ങി. മനസ്സ് ഉണർന്നിരിക്കുമോ? ഇപ്പോൾ കുട്ടികളോടൊക്കെ വിളിക്കുക, എന്താ മോനെ ഉറങ്ങുകയാണോ ചോദിച്ചാൽ അതേന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ചെറിയ കുട്ടികളോട് ചോദിക്കില്ലേ ഉറങ്ങണോ ചോദിക്കുക. ഉറങ്ങണ കുട്ടികൾ സാധാരണ കാലാട്ടിക്കൊണ്ടിരിക്കലോ എന്ന് പറയും. അപ്പോൾ അവർ കാലാട്ടും. അതിൻ്റെ അർത്ഥം എന്താ? മൈൻഡ് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ശരീരം ഉറങ്ങി, മനസ്സുറങ്ങി. അപ്പോൾ ഹൃദയത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ ബോധം വിചാരിക്കുക ഇയാൾ കിടന്നുറങ്ങുന്നു, ശരീരം കിടന്നുറങ്ങും, മനസ്സും കിടന്നു, ഞാൻ ഉറങ്ങട്ടെ എന്ന് വെച്ചാലോ. അതിന് സൈലൻറ്റ് ഇസ്കീമിയ എന്ന് പറയുക, കാർഡിയാക് അറ്റാക്ക്. അത് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കൊണ്ട് ചെന്നപ്പോൾ എനിക്കിനി ചായ വേണ്ടാന്ന്, ഒരിക്കലും വേണ്ട ചായ, പോയി. അതിനെ സൈലൻറ്റ് ഇസ്കീമിയ എന്ന് പറയും, ഉറക്കത്തിൽ മരിച്ചു പോകുക. അപ്പോൾ ആ ഹൃദയം പെർമനൻ്റായിട്ട് നമ്മളെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹൃദയം ആ സ്പാർക്ക്, ഡിവൈൻ സ്പാർക്ക്. അപ്പോൾ ആ ഡിവിനിറ്റിയാണ് നമ്മളെ നിലനിർത്തുന്നത്. അത് പെർമനൻ്റായിട്ട് പ്രസൻറ്റിലാണ്, വർത്തമാനകാലത്തിലാണ്. അതിന് പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടോ? ഇല്ല, പെർമനൻറ്റ് പ്രസൻസാണ്. അപ്പോഴാണ് ഈ ദീക്ഷണാശാലികളായിട്ടുള്ള ആൾക്കാർ ആലോചിച്ചത്, അതായത് മൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലുമായിട്ട് മാറി മാറി ഓടിക്കൊണ്ടിരിക്കുന്നു. ഹാർട്ട് ഈസ് ഓൾവേസ് ഇൻ ദ പ്രസൻറ്റ്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തൊക്കെ വന്നു. മൈൻഡും ഹാർട്ടും കൂടി കണക്ട് ചെയ്ത് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടാവുക? രണ്ട് സാധനങ്ങൾ കണക്ട് ചെയ്തെന്ന് രണ്ടും പരസ്പരം അതിൻ്റെ ക്വാളിറ്റീസ് അങ്ങോട്ടും കൂടി എക്സ്ചേഞ്ച് ചെയ്യില്ലേ? അല്ലേ? അതിനല്ലേ പോസിബിലിറ്റി ഉള്ളൂ സയൻസിൽ, അല്ലേ? അപ്പോൾ പോസിബിലിറ്റി ഉള്ളത് ഹൃദയത്തിന് വേണമെങ്കിൽ മൈൻഡിൻ്റെ സ്വഭാവമായിട്ടുള്ള ഭൂതവും വർത്തമാനവും ഭാവിയും അക്വയർ ചെയ്യാം. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ യു ആർ ഫിനിഷ്. ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളത് എന്താണ്? മനസ്സ് പ്രസൻറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിനെ ഹൃദയത്തിലുള്ള പ്രസൻസിനായിട്ട് കണക്ട് ചെയ്ത്, അതായത് മനസ്സിനെ ഡിവിനിറ്റി ആയിട്ട് കണക്ട് ചെയ്ത്, ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ പ്രസൻറ്റ്. ഈ കണക്ട് ചെയ്യുന്നതിനാണ് യോഗ എന്ന് പറയുക, ജോയിൻ ടുഗദർ. ഇപ്പോൾ യോഗ എന്നുള്ള വാക്ക് കേട്ടില്ലേ നിങ്ങൾ? എന്ന് പറഞ്ഞാൽ അതർത്ഥം ജോയിനിങ്. എന്താണോ ജോയിൻ ചെയ്യണത്? ബോഡി, മൈൻഡ് ആൻഡ് ഹാർട്ട് ടുഗദർ. ബോഡി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ. ബോഡി, മൈൻഡ് ആൻഡ് ഹാർട്ട് ടുഗദർ, അതിനാണ് യോഗ എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ യോഗയ്ക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അങ്ങനെ യോഗ സംഭവിച്ചു കഴിഞ്ഞാൽ, ശരീരവും മനസ്സും ഒരുമിച്ച് ചേർന്നാൽ എന്താണ് ആ വ്യക്തിക്ക് സംഭവിക്കുന്നത്? എന്താ ശ്ലോകം എന്നറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടാവും. യോഗം കർമ്മസു കൗശലം. കേട്ടിട്ടുണ്ടാവും? കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി. കൗശലം എന്ന് പറഞ്ഞാലോ? കൗശലം, എഫിഷ്യൻസി. എഫിഷ്യൻസി ഇൻ വർക്ക് ഈസ് കോൾഡ് യോഗ എന്ന്. അതായത് ബോഡിയും മൈൻഡും ഹാർട്ടും സിംഗിൾ ലൈനിലാണെങ്കിൽ, യോഗയിലാണെങ്കിൽ, ഹ്യൂമൻ ബീയിങ് വിൽ ബി ഹൈലി എഫിഷ്യൻറ്റ്, ഹൈലി സ്കിൽഡ്. ഹൈലി സ്കിൽഡായിട്ടുള്ള ആൾ ഈ നോസ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹിസ് ലൈഫ്. എന്താ കാരണം? ഐ നോ വാട്ട് ഈസ് മൈ സബ്ജക്റ്റ്. ഞാൻ എന്താണ്? സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഇൻട്രാക്ഷനെ എനിക്ക് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എനിക്ക് ആങ്സൈറ്റി ഇല്ല, ഡിപ്രഷനും ഇല്ല, ഒന്നുമില്ല. സോ ഐ വിൽ ബി ഹൈലി ഇൻസ്പയർഡ് ഇൻഡിവിജ്വൽ. അങ്ങനെ ഹൈലി ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഈ വിൽ ഇൻസ്പയർ എവരി വൺ അറൗണ്ട്. So if your mind, body and heart is together, you are an inspired teacher. ആ ഇൻസ്പയർഡ് ടീച്ചർ എന്ന് പറയുന്നത് അയാളുടെ പ്രസൻസിൽ തന്നെ സ്റ്റുഡൻസ് വിൽ ബി ഇൻസ്പയർഡ്. ഒന്നും പറയണ്ട, പ്രസൻസ് വിൽ റേഡിയേറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സ്കില്ലാണ് അതിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ പർപ്പസ് ഇസ് അവർ എന്ന് പറഞ്ഞു. പർപ്പസാണ് ബിഗ്ഗസ്റ്റ് മോട്ടിവേറ്റർ. അപ്പോൾ എന്താണ് ആക്ച്വൽ പർപ്പസ് ഓഫ് ലൈഫ്? നമ്മൾ പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. എന്താണ് പർപ്പസ് ഓഫ് ലൈഫ്? എക്സലൻസ്. എക്സലൻറ്റ് ടീച്ചർ ഇൻസ്പയർസ് എന്ന് പറയും. പർപ്പസ് ഓഫ് ലൈഫ് ഈസ് എക്സലൻസ്. ലോകത്തിലെ എല്ലാ സാധനങ്ങളും നോക്കിയാലും അതതിൻ്റെ എക്സലൻസ് പുറത്തു വരാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വ്യഗ്രത കൊള്ളുന്നത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ എക്സലൻസ് പുറത്തേക്ക് കാണിക്കാൻ നമുക്ക് ഇഷ്ടം. കുട്ടികൾ അവർക്കൊരു സ്കില്ല് അറിയണം, അതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും.
എക്സലൻസ് എക്സ്പ്രസ് ചെയ്യാനാണ് ക്രിയേഷൻ ഉണ്ടായത്. ഒരു മരം അത് വളർന്നു വന്ന് നമ്മൾ എന്തോടും പറയണം അതിനോട്, അത് വളർന്നു വന്ന് പുഷ്പിച്ച് അതിൻ്റെ ഫലങ്ങൾ തന്നു, അതിൻ്റെ എക്സലൻസ് അത് കാണിക്കും. വേറെ ജീവികളിൽ ഇൻ്റർഫിയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ എക്സലൻസ് അത് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ എക്സലൻസ് എക്സ്പ്രസ് ചെയ്യലാണ് ഗോൾ ഓഫ് ലൈഫ്. അതിനെയാണ് ഹ്യൂമൻ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഗോൾ എന്താ വെച്ചാൽ എക്സ്പ്രസ് ദ പെർഫെക്ഷൻ വിത്തിൻ യു. അത് സ്കില്ലായിട്ടോ എന്തായിട്ടാണ്. സ്കില്ലിൻ്റെ വേറെ ഡെഫിനേഷനാണ് നമ്മൾ പറഞ്ഞത് യോഗം കർമ്മസു കൗശലം. അതായത് മൈൻഡും ബോഡിയും ഹാർട്ടും കൂടി കണക്ട് ചെയ്താൽ ദ ഇൻഡിവിജ്വൽ വിൽ ബി ഹൈലി ഇൻസ്പയർഡ്. ഹൈലി ഇൻസ്പയർഡ് ഇൻഡിവിജ്വൽ എന്താണ്? ഹീ ഈസ് കോൺഷ്യസ് ഓഫ് ഹിസ് ഗോൾ, കോൺഷ്യസ് ഓഫ് ഹിസ് എക്സലൻസ് വിത്തിൻ. and ആ എക്സലൻസ് കാണിക്കുക. ആ എക്സലൻസ് എന്ന് പറഞ്ഞാൽ ആ എക്സലൻറ്റ് ടീച്ചറാണെങ്കിൽ എക്സലൻറ്റ് ടീച്ചർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ എക്സലൻറ്റ് ടീച്ചർ ഇൻസ്പയർ. ആ എക്സലൻസാണ് ഇൻസ്പയർ ചെയ്യുന്നത്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ടു ഡു ഇറ്റ്. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെന്താണെന്ന് ചോദിക്കാത്തത്? മതി സാറ് ധാരാളമായിരുന്നു. ഹൗ ടു ഡു ഇറ്റ് എന്നല്ല അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. ഈ ബോഡി മൈൻഡ് ആൻഡ് ഹാർട്ട് സിംഗിൾ പോയിൻറ്റിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. യോഗ, രാജയോഗ എന്നതിന് പറയാം. എന്താ പറയുക? സാധാരണ യോഗ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരിക? യോഗാസനങ്ങളാണ് അല്ലേ? അതിനെ ഹഠയോഗ എന്ന് പറയും. അത് ഈ മെഡിറ്റേഷന് ഇരിക്കുന്നതിൻ്റെ മുമ്പ് ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യുക ആളാണ് ഹഠയോഗ. അപ്പോൾ യോഗയ്ക്ക് 2 കാറ്റഗറി ഉണ്ട്, ഹഠയോഗ, രാജയോഗ. ഹഠയോഗ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ യോഗ, രാജയോഗ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ. പിന്നെ എവിടെ രാജയോഗ എന്ന് കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അത് മെഡിറ്റേഷനാണ്. അതായത് ബോഡിയും മൈൻഡും ഹാർട്ടും സിംഗിൾ യൂണിറ്റ് ആക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സലൻസ്. ഇഫ് യു ആർ എ ടീച്ചർ യു വിൽ ഇൻസ്പയർ. എക്സലൻറ്റ് ഡോക്ടർ ആണെങ്കിൽ ഹി വിൽ ബി എൻ എക്സലൻറ്റ് ഡോക്ടർ. ഏത് പ്രൊഫഷനിലും എക്സൽ ചെയ്യാം. ടീച്ചേഴ്സ് പ്രൊഫഷനും ഡോക്ടേഴ്സ് പ്രൊഫഷനും നോബിൾ ആയതുകൊണ്ട് ദർ വിൽ ബി എ റിപ്ലിംഗ് ഇഫക്റ്റ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ഓക്കെ. നാച്ചുറലി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ ചെയ്ത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ഹാഫ് ആൻ അവർ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ കുട്ടികൾക്കുള്ള ഒരു ബ്രൈറ്റർ മൈൻഡ് എന്നുള്ള പ്രോഗ്രാം അതിനെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 12:30 അല്ലേ സാർ പറഞ്ഞു? അപ്പോൾ നമുക്ക് ചെയ്യാം. നല്ല റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ റിലാക്സ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് നമ്മൾ പഠിപ്പിക്കാം. ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്തിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യാം. പർപ്പസ് ഓഫ് ലൈഫ്, വാല്യൂസ്, സ്കിൽസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷനിൽ നിന്നും കിട്ടി. അപ്പോൾ കുറച്ച് നേരം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു 2 or 2.5 hours നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്നും ആ ടെൻഷൻ, നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഹറിബറി ലൈഫാണ് നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നേരം നമുക്കൊരു റിലീഫ് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ സാറ് ക്ലാസ് എടുത്ത രീതി പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ജോക്സൊക്കെ പറഞ്ഞ് ഞാനൊക്കെ നന്നായി ചിരിച്ചു. അപ്പോൾ അതൊരു നല്ലൊരു പോയിൻ്റാണ്. നമുക്ക് ഒട്ടും ബോറടിക്കാതെ തന്നെ സാർക്ക് അത് ചെയ്യാൻ സാധിച്ചു. അതേപോലെ മെഡിറ്റേഷൻ ടിപ്സ്, മാഡത്തിൻ്റെ വക ഉള്ള മെഡിറ്റേഷൻ ടിപ്സ് എല്ലാം വളരെ നന്നായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു സെഷനാണ്. അപ്പോൾ ഇനിയും കൂടുതൽ സെഷൻസ് ഇതുപോലെ നമുക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. Good afternoon. Special thanks to Ashok sir and Sukumari ma'am for organizing such a nice class. Actually, Mr. Mohan sir, your words like Jida Miss told is really inspiring us. Sitting like an idol, that is a man, you took the class, you took us to a different world. Actually, it was very nice. Then especially today's world, it's very essential. We are moving through full of stress and worries and all modern world, and our children are also face this situation. But
how can we tackle all these problems. Really, it was through a nice way. So our mind is traveling like from one end to another in an easy way. So it was really that meditation also. It was really amazing. ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സാണ്. പക്ഷേ ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ ക്ലാസ്സിലൂടെ നടന്ന് കുറേ ആക്ഷൻസ് കാണിച്ച് അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാറ്. പക്ഷേ സാറ് ഒരു ഭാഗത്ത് ഇരുന്ന് വളരെ കൂളായിട്ട് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് ക്ലാസ്സിലുപരി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. എന്ന് വെച്ചാൽ ചുറ്റുപാടുള്ള ആൾക്കാരാണ് പ്രശ്നം എന്നാണ് എപ്പോഴും വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്വയം ആദ്യം മോട്ടിവേറ്റഡ് ആവുക, ഇൻസ്പയർഡ് ആവുക. ഇപ്പം ഞാൻ വന്ന് നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ടോ സംസാരിക്കാറോ ഒന്നുമില്ല. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് മെഡിറ്റേഷൻ ആ ഒരു സെഷൻ നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരുപാട് ക്ലാസ് സാർ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് എന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷെ നല്ല ക്ലാസ്സായിരുന്നു. അവർ യോഗ മാറ്റ്, ഞാനും കുട്ടികളുടെ കൂടെ നിലത്തിരുന്നിട്ടാണ് ചെയ്യാറ് ക്ലാസ്സിൽ. മീൻസ് അവർ യോഗ മാറ്റ് ഇതൊക്കെ കൊണ്ടുവരും. അപ്പോൾ അവർ ചോദിക്കും ടീച്ചർ ഒന്ന് ചെയ്യണ്ടേ, യോഗ ചെയ്യണ്ടേ, ചെറിയ ചെറിയ ഇത്. പക്ഷേ അവർ ഓക്കെയാണ്, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷെ നമ്മളതിനെ പോസിറ്റീവായിട്ട് നേരിടുക. നല്ലൊരു ക്ലാസ്സായിരുന്നു. കുറച്ചും കൂടി എനിക്കതിൽ നല്ല ഇൻട്രസ്റ്റായി. ഈ മെഡിറ്റേഷൻ ഒന്നുകൂടി ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ടൈം എടുത്തിട്ട്, നമ്മൾ നേരമില്ല എന്നാണ് നമ്മൾ പറയുന്നത്.